വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ ശ്രീ PC ജോർജിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേരളത്തിൽ വീണ്ടും ക്രിസംഖി എന്ന പദപ്രയോഗം ചർച്ചയാവുകയാണ്. തീവ്രവാദത്തിനെതിരെ, സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ സംസാരിക്കുന്നവർക്ക് നൽകുന്ന ചാപ്പയാണോ ക്രിസംഖി എന്ന പട്ടം? ഈ പട്ടം ചാർത്തിക്കൊടുക്കുന്നവരുടെ ലക്ഷ്യം എന്താണ്? സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന നയങ്ങളിലേക്കാണോ ക്രിസംഖി എന്ന് വിളിക്കുന്ന സമൂഹം ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ പട്ടത്തിന് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? ഷക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു എക്ലേഷ്യ യുണൈറ്റഡ് ഫോറത്തിന്റെ ചെയർമാൻ റവറൻ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, കത്തോലിക്ക കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ, മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ പൂവന്തുരുത്ത്, AMTയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ റിജു കാനുകാരൻ. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചർച്ച ജോൺസൺ തേക്കടയിൽ വെച്ച് തുടങ്ങുകയാണ്. ഈ സമീപ നാളുകളിൽ കുറെ കാലങ്ങളായിട്ട് അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ വരുന്ന ഒരു പദപ്രയോഗമായിരിക്കാം ഒരു പക്ഷേ ക്രിസംഖി എന്ന ഒരു പദപ്രയോഗം. പ്രത്യേകിച്ച് PC ജോർജിന്റെ അറസ്റ്റും അതിനെ തുടർന്നുണ്ടായ ഒത്തിരി ചർച്ചകളിലുമൊക്കെ അങ്ങ് പങ്കെടുത്തിട്ടുണ്ടാകും. അവിടെയൊക്കെ മുഴങ്ങിക്കേട്ടിട്ടൊരു പദമാണ് ക്രിസംഖി എന്ന് പറയുന്നത്. അതായത് തീവ്രവാദത്തെ കുറിച്ചുമൊക്കെയുള്ള സന്ദേഹങ്ങൾ പങ്കുവെക്കുന്ന ആളുകൾക്കെല്ലാം പൊതുവെ ഇങ്ങനെ ഒരു വിളിപ്പേരായി മാറിയിട്ടുണ്ടോ ക്രിസംഖി എന്നത്? എന്താണ് അങ്ങയുടെ അഭിപ്രായം? വളരെ സന്തോഷമുണ്ട് ഈ ചാനൽ ചർച്ചയിൽ ആ വിഷയം എടുത്തതിൽ. ഷക്കീന TVയെ ഞാൻ അനുമോദിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇതുവരെ എനിക്ക് ആ വിളി കേൾക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ അന്നും ഇന്നും എന്നും ഒരു മതേതര മുഖമാണ്. മതേതര മുഖമായി തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. സമൂഹത്തിലുള്ള എല്ലാവരെയും ഒരേപോലെ കാണണമെന്നും, പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തില് ക്രൈസ്തവ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിമഹത്തായിട്ടുള്ള ശുശ്രൂഷകൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തെ ശരിയായ രീതിയിൽ തന്നെ നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ എന്തെല്ലാം സംഭാവനകൾ ചെയ്തുവോ ആ ലെഗസിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളതിന്റെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകളുണ്ട്, സത്യങ്ങളുണ്ട്. ഈ അടുത്ത സമയം വരെ, അതായത് ഒരു 1-2 വർഷം വരെ ക്രൈസ്തവ സമൂഹം ഏത് തരത്തിലുള്ള ഭീഷണികൾ വന്നാലും മൗനം പാലിക്കുകയായിരുന്നു പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത്. ആരും തന്നെ പ്രതികരിക്കാതെയും അല്ലെങ്കിൽ പ്രതികരിച്ചാൽ തന്നെ ശബ്ദമില്ലാതെയും ഇരിക്കുകയായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയത്ത് കാര്യങ്ങൾ കൂടുതൽ വഷളായി. ആ വഷളാക്കുന്നതിൽ പങ്കാളിത്തം വഹിച്ച ആളുകളെ സംബന്ധിച്ച് അവരെല്ലാം മതേതരവാദികളുടെ ഒരു കപടമുഖം അണിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരിക്കാറുള്ളത്. നമുക്കറിയാം, ഈ അടുത്ത സമയത്തും ചാനൽ ചർച്ചകളിലൊക്കെ അവരുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ, അവരെ പോലെ പാലും തേനും എടുക്കുന്ന ആളുകൾ ഈ നാട്ടിലില്ല, അവരാണ് യഥാർത്ഥത്തിലുള്ള മതേതരവാദികൾ എന്നൊക്കെ അവരെ പറയാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഷണങ്ങൾ. പക്ഷെ അവരുടെ ചെയ്തികൾ കണ്ടു കഴിഞ്ഞാൽ സ്വസമുദായത്തെ തന്നെ ഒറ്റിക്കൊടുക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയോ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഉത്സുകരാണ് അത്തരക്കാരെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ എപ്പോഴാണ് ഈ ക്രിസംഖി എന്നുള്ള പേര് നമ്മുടെ നാട്ടിൽ ഫെമിലിയർ ആയത്? എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊന്നും, ഈ മലയോര മേഖലകളിലൊന്നും ആ പേര് അത്രത്തോളം ഫേമസ് അല്ല. ഇതൊക്കെ സിറ്റി മേഖലകളിൽ കുറച്ച് ആളുകൾ വിളിക്കുന്നതായിരിക്കും. അതിനൊരു ബോധപൂർവമായ ശ്രമം 2 തലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഒന്ന്, ക്രൈസ്തവ വിരോധം ഇവിടെ മുൻകാലങ്ങളിൽ പങ്കുവെച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെ കുറച്ചുകൂടെ തീവ്രമായിട്ട് ആ വിഷയങ്ങളിലേക്ക് പോകുന്നു. രണ്ടാമത്തേത്, സ്വസമുദായത്തിൽ നിന്ന് തന്നെ അത്തരം പേരുകൾ വരണം എന്ന് ഉത്സാഹിപ്പിച്ചുകൊണ്ട് അതിനെ വളമിട്ട് കൊടുക്കുന്നു, വളക്കൂറുള്ള മണ്ണാക്കി തീർക്കുന്നു. ഈ 2 തലങ്ങളിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കുപ്പായം അണിഞ്ഞവരും കുപ്പായം അണിയാത്തവരും ഒക്കെ പങ്കാളികൾ തന്നെയാണ്. നമുക്കറിയാം, ഈ അടുത്ത സമയങ്ങളിൽ ചാനൽ ചർച്ചകളിലൂടെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയോ ഒക്കെ ക്രിസ്തീയ സമൂഹത്തെ എപ്പോഴും തേജോവധം ചെയ്യാൻ, അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ മോശമായി ചിത്രീകരിക്കാൻ, അവരെല്ലാം മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനുള്ള ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ ഗൂഢമായ നീക്കങ്ങൾ നടക്കുന്നതിന്റെ പിന്നിൽ എന്തെല്ലാം ശക്തികളുണ്ട് എന്നുള്ളത് ആ നീക്കം നടത്തുന്ന ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അവര് താൽക്കാലികമായിട്ടൊരു ഫേസ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയും ചാനൽ ചർച്ചകളിലൊക്കെ നല്ല മുഖം കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ ഉള്ളിലും അവരറിയാതെ തന്നെ ഒരു വിത്ത് വീണിട്ടുണ്ട്. ആ വിത്ത് പടർന്ന് പന്തലിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ പേരുകളൊക്കെ അവരും ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ട് ഒരു കാര്യം വളരെ കൃത്യമാണ്, ക്രൈസ്തവ സമൂഹത്തിന് എക്കാലവും ഒരു
ദർശനമുണ്ട്, ഒരു മിഷനുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ദൗത്യവുമുണ്ട്, ദർശനമുണ്ട്. വിഷൻ ആൻഡ് മിഷൻ. ഈ ദൗത്യവും വിഷനും ഈ ദർശനവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ ഭയപ്പെടുന്ന ആളുകളാണ് ഈ വിധത്തിൽ പ്രസംഗി എന്നുള്ള പേരുകളൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും സംഘപരിവാറുമായി യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം സംഘപരിവാറിന്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധത്തിൽ അത്ര ദുർബലമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇവിടെ മതേതരത്വം ക്രൈസ്തവന്റെ സംഭാവനയാണെന്നും ക്രിസ്തീയ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ആ 4 പില്ലർ പണിയപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പ്രീ ആമ്പിൾ, നമ്മുടെ റിപ്പബ്ലിക്കിന്റെ, നമ്മുടെ ഭരണഘടനയുടെ പ്രീ ആമ്പിളിൽ കൊടുത്തിരിക്കുന്ന 4 തൂണുകളുണ്ടല്ലോ, പില്ലേഴ്സ്. അത് വളരെ സ്ട്രോങ് ആണ്. അതിനെ ഉലയ്ക്കാനായിട്ട് ഒരു ശക്തിക്കും കഴിയില്ല. അപ്പൊ അതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വിധത്തിൽ ക്രൈസ്തവർ എന്തെല്ലാം സംസാരിച്ചാലും ഉടനെ തന്നെ അവരെ വർഗീയവാദികളാക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത സമയത്ത് വർദ്ധിച്ചു വരുന്നു. അത് ചെറുക്കേണ്ടതാണ്, എല്ലാവരും ചേർന്ന് ചെറുക്കേണ്ടതാണ്. കാരണം ഇവിടെ പോളറൈസേഷൻ ഉണ്ടാക്കാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നോ അവർക്കാണ് ഇത്തരം പേരുകൾ വിളിക്കാനുള്ള കൊതിയുള്ളതെന്നാണ് എന്റെ ധാരണ. ശരി 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 ഞാൻ തിരിച്ചു വരാം. ശ്രീ റിജു കാനുകാരൻ, ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഒരു വിഭാഗം ഇങ്ങനൊരു വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളിലും അല്ലെങ്കിൽ പ്രസ്താവനകളിലും ഇടപെടുന്നു എന്ന ഒരു നിരീക്ഷണം ഒരുപക്ഷെ അങ്ങേക്ക് അങ്ങനെ നിരീക്ഷണമുണ്ടോ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ അങ്ങ് വിലയിരുത്തുന്നത്? ഒരു സുഹൃത്തെ, ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞ അച്ഛന്റെ വാക്കുകളിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവിടെ ക്രൈസ്തവ സമൂഹത്തെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നവർ ആരാണ്? ക്രൈസ്തവ സമൂഹത്തെ വർഗീയവാദികൾ എന്ന് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയപ്പെടുന്ന, ആശങ്കപ്പെടുന്നത് എന്തിനാണ്? നമ്മളുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തെ നയിക്കേണ്ടവർ നയിക്കേണ്ട രീതിയിൽ നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും അത്തരത്തിലൊരു ചിന്ത വന്നിട്ടില്ല. നയിക്കേണ്ടവർ മാന്യമായും നീതിപൂർവമായും നയിക്കപ്പെടാതെ വരുമ്പോഴാണ് അതിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെയാണ് വിരൽ ചൂണ്ടൽ ഉണ്ടാവുക. അവരെയാണ് ആദ്യമായി തന്നെ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ തന്നെയാണ് അവരെ ക്രിസംഗി വിട്ട് മറ്റൊരു പേരിൽ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. അച്ഛനും അതിലേക്ക് ആ വാക്കിലേക്ക് പോയില്ല, സുഡാപ്പി എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുക, എന്റെ വ്യക്തിപരമായ നിലപാട് അല്ലെങ്കിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ നിലപാട് എന്നുള്ളത്, നമ്മൾക്ക് വർഗീയപരമായി നേരിടേണ്ടി വരുന്ന ഭീഷണി അത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് എന്നതിനേക്കാൾ കൂടുതലായി ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ നമുക്ക് നടക്കുക. നമുക്ക് ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞൊരു വർഷത്തിനിടയ്ക്ക് തന്നെ ഏകദേശം 400ഓളം പള്ളികളാണ് നമ്മളുടെ നോർത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടത്, നശിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അടിച്ചത്. നമ്മുടെ വൈദികർ, നമ്മുടെ സന്യസ്തർ, നമ്മുടെ വിശ്വാസ സമൂഹം നോർത്ത് ഇന്ത്യയിലേക്ക് അനുഭവിക്കുന്ന വേദനാപൂർണമായ അനുഭവങ്ങളെ കുറിച്ച് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് കേരളത്തിലെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചില മേഖലകളിലെങ്കിലും സംഘപരിവാറിനോട് ചേർന്ന് നിന്ന് ചലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് ഏതെങ്കിലും രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ട് ക്രിസംഗി എന്ന തലത്തിലേക്ക് വരിക. അതിന്റെ ആവശ്യകതയില്ല. നമ്മളുടെ നിലപാടിൽ തന്നെ നിലനിൽക്കണം. നമ്മൾക്ക് ഇവിടെ മുസ്ലിം സമൂഹം നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ വർഗീയപരമായി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നത് പോലെ തന്നെ സംഘപരിവാറിന്റെ നീക്കങ്ങളെയും നമ്മൾ എതിർക്കണം. നമ്മൾ പക്ഷേ ആ തരത്തിൽ കൃത്യമായി സഭാ നേതൃത്വം, പക്ഷെ ഇത് പൊതുവെ ഒരു വ്യക്തിയോ ഒരു സഭാധ്യക്ഷനുമൊന്നും അല്ല, പൊതുവെ ഇപ്പോൾ ഇങ്ങനെ വിഷയത്തിൽ പ്രതികരിക്കുന്ന എല്ലാവരെയും അങ്ങനെ ഒരു ചാപ്പയിലല്ലേ ഒതുക്കുക. ഒരു കാലത്ത് അത് ഇപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു, ശ്രീ സുനിൽ പി ഇളയിടം എന്ന എഴുത്തുകാരന് പോലും സംഘി എന്നൊരു ചാപ്പ വന്നത്. അദ്ദേഹം താലിബാൻ വിഷയത്തിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിനാണ് അദ്ദേഹത്തിന് സംഘി ചാപ്പ കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സംഘപരിവാറിനെ ഇത്രയധികം പരസ്യമായി വിമർശിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്ന മറ്റൊരു വ്യക്തിയില്ല. അപ്പോൾ ഇത് ഒരു ഒഴിവ് കഴിവാണോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ആണോ? നിശബ്ദമാക്കാനുള്ള ഒരു ചാപ്പയായിട്ട് ഇതിനെ കാണേണ്ടത് കൂടെ അല്ലേ? അതിന് അങ്ങനെ ഒരു വശം കൂടിയില്ലേ ശ്രീ റിജു? ആ തരത്തിൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മളൊരാളെ 2000 വർഷത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ സമൂഹത്തെ കുറച്ചു പേർ ചെന്ന് ക്രിസംഗികൾ എന്ന് സംസാരിക്കുന്ന ആളുകൾ ക്രിസംഗികൾ എന്ന് ചെന്ന് ചാപ്പ കുത്തപ്പെട്ടാൽ അല്ലെങ്കിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടാൽ തകരുന്ന ഒരു സമൂഹമാണോ നമ്മുടേത്? നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത്തരത്തിലൊരു ചാപ്പകുത്തലിന് നമ്മൾ എന്തിനാണ് ഭയക്കേണ്ടത്? ഞാൻ പറയുന്നത്
ഞാൻ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ഭാരതത്തിന്റെ പ്രത്യേക കാലാവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ നേരിടേണ്ടി വരുന്ന ഭീഷണി അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാണ് വേണ്ടത്. അതിനെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. നമ്മളൊരു മതേതര രാജ്യം എന്ന നിലയിൽ നമ്മൾ ഇവിടെ നിലകൊള്ളുമ്പോൾ നമ്മൾക്ക് ക്രൈസ്തവ സമൂഹമാണ് മതേതരത്തിന്റെ ഏറ്റവും വലിയ വക്താക്കൾ. അവർക്കെതിരെ അങ്ങനെ അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വരുന്നത് ഏത് സമൂഹത്തിൽ നിന്നാണ്? അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന്റെ സാഹചര്യത്തിൽ അങ്ങയുടെ വിലയിരുത്തൽ എന്താണ്? കേരളത്തിന്റെ മാത്രം സാഹചര്യത്തിൽ ഈ പറഞ്ഞ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിന്റെ മാത്രം സാഹചര്യത്തിൽ നമ്മൾക്ക് പറയാം, കേരളത്തിന്റെ മാത്രം, അത് ഞാൻ വീണ്ടും എടുത്തു പറയാണ്, കേരളത്തിന്റെ മാത്രം സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ മലബാർ മേഖലകളിൽ മറ്റു പല മേഖലകളിലും ഇത്തരത്തിലുള്ള മറ്റു കമ്മ്യൂണിറ്റി നമ്മളെ കടന്നുകയറ്റം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കേണ്ടതാ. അതും നമ്മൾ കമ്മ്യൂണിറ്റി എന്ന വാക്കുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കമ്മ്യൂണിറ്റിയിലെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലെ ചില തീവ്ര ചിന്താഗതിയുള്ള ഒരു വിഭാഗം മാത്രം കണ്ടാൽ മതി. തീർച്ചയായിട്ടും തീവ്ര ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അതിനെ ഒരു തീവ്രവാദപരമായി തന്നെ ചിന്തിക്കുന്ന ആളുകൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു. അവരെ കമ്മ്യൂണിറ്റിയെ മൊത്തമായി നമ്മൾ അടച്ചാഴ്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾക്കെതിരെ അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തെ അതിക്രമിക്കാൻ അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ കടന്നു വരാൻ ശ്രമിക്കുന്നവരെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നമ്മൾ വാക്കുകളോ പ്രസംഗങ്ങളോ വിദ്വേഷ പ്രസംഗങ്ങളോ പള്ളിയകത്ത് നിന്നായാലും പുറത്തായാലും നമ്മളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ഏത് പ്രസംഗമാണ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ആ നിലയ്ക്ക് ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ തൊട്ട് മുമ്പ് അച്ഛൻ പറഞ്ഞില്ലേ, ക്രൈസ്തവ ഉടുപ്പിട്ടവർക്കെതിരെയും സമൂഹത്തെ ക്രിസ്തവ സമൂഹം നയിക്കുന്നവർക്കെതിരെയും ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചിലർ എന്ന് പറയുമ്പോൾ ഞാനും അതിൽ ഉൾപ്പെടുന്ന ആളാണ്. കാരണം ഞാൻ ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ എല്ലാ ചാനലിലും ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ ഇത്തരം കാര്യങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന ആളാണ്. എന്റെ നിലപാട് അതുള്ളൂ. ക്രിസ്തുവിന്റെ പരസ്യ ജീവിതകാലത്ത് യഹൂദ പൗരോഹിത്യത്തിലെ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയാണ് അദ്ദേഹം ക്രൂശിലേർപ്പെട്ടത്. ആ ശബ്ദം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ക്രൂശിലേർപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം പ്രായാധിക്യം മൂലം മരിച്ചു പോകുള്ളായിരുന്നു. അങ്ങനെ ക്രൈസ്തവ സമൂഹം തന്നെ നിലനിൽക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുക, അത്തരത്തിലുള്ള അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുന്നവരെ ചൂടാപ്പികൾ എന്നും മുസ്ലിം ഫണ്ട് സ്വീകരിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ സമൂഹമാണ്, നമ്മുടെ ക്രൈസ്തവ സമൂഹമാണ് നമ്മൾ സ്വയം കൂടി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഞാനൊക്കെ ഇന്നേ വരെ ഒരു മുസ്ലിം സമൂഹവുമായി അടുത്തിടപെടുകയോ അല്ലെങ്കിൽ അവരുമായി എന്തെങ്കിലും ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയോ അവരുടെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ലഭിക്കുകയോ അവരിൽ നിന്ന് അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയോ അവരെ ഒരുമിച്ച് ഒരു ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നേ വരെ. പക്ഷെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിൽ നിരന്തരം ആക്രമിക്കുന്ന ആളുകളാണ് സാമ്പത്തികമായി സഹായം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസൂട്ടി ഒഴികയിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടല്ലോ. നമുക്കറിയാം, അരിയും മലരും കുന്തിരിക്കും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചോളൂ എന്നൊക്കെ അക്ഷരം വായിച്ച് കൂട്ടി വായിക്കാൻ പഠിക്കേണ്ട കാലത്ത് കുട്ടികൾ അത് തെരുവിലൂടെ വിളിക്കുകയും അത്രയും നീചമായിട്ടുള്ള വംശഹത്യ ആഹ്വാനത്തിന് കൈയടിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് ആയിരങ്ങൾ അത് ഏറ്റുപാടുകയും ചെയ്യുന്ന അത്രയധികം വർഗീയമായി സംഘടിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ നമ്മൾ ഭയത്തോടെ തന്നെ തീർച്ചയായിട്ടും കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ ഇവിടെ കാണുന്ന ചില വിളികൾ, ചില പദപ്രയോഗങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് ഒരു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വിദ്വേഷത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് പറയുക. ശ്രീ പി സി ജോർജിന്റെ സംഭാഷണത്തിലൊക്കെ എതിരഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുകയും അത് കത്തോലിക്ക സഭയുടെ പോലും ഔദ്യോഗിക നിലപാടായിട്ട് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്ത് ചർച്ചകൾ നടത്താൻ ചില പ്രത്യേക ചാനലുകൾക്ക് താല്പര്യങ്ങൾ ഏറെയുള്ള കാലം കൂടിയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു വൈരുദ്ധ്യാത്മകതയെ, ഈ ഒരു വൈരുദ്ധ്യത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ഇവിടെ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ആരുടെയും വ്യക്തമായിട്ടല്ല കത്തോലിക്ക സമുദായത്തിന്റെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. തീർച്ചയായും ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ ആരെങ്കിലും ഒരാൾ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ആ ആളിന്റെ ഭാഗത്താക്കപ്പെടുന്ന രീതിയിൽ നമ്മളിപ്പോ ആരെങ്കിലും ഒരാള് നമ്മളോട് എന്തെങ്കിലും പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നു, ഒരു നിലപാടെടുക്കുന്നു, നമ്മൾ അതിനോട് അനുകൂലമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമ്മളെ ആ ഭാഗത്ത് ആക്കി ചാപ്പ കുത്തുന്ന ഒരു പൊതു രീതി നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പൊ പി സി ജോർജിന്റെ കേസിലും ഞാനിപ്പോ പി സി ജോർജ് പറഞ്ഞാൽ എന്തെങ്കിലും ശരിയുണ്ട് എന്ന് പറഞ്ഞാൽ
ഉടനെ തന്നെ പി സി ജോർജിന്റെ ആളാക്കുന്ന രീതിയിലുള്ള ഒരുതരം ചാപ്പുകുത്തൽ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ പി സി ജോർജ് പറഞ്ഞ വളരെ വ്യക്തമാണ്, എനിക്ക് തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്നാണ് പുള്ളി ആദ്യം പറയുന്നത്. പിന്നീടാണെങ്കിലും അദ്ദേഹം തീവ്രവാദികൾക്കെതിരെയാണ് നിലപാടുകൾ എടുത്തത്. പക്ഷെ അതൊരു മുസ്ലിം വിരുദ്ധ നിലപാടാണെന്ന രീതിയിൽ അത് ചിത്രീകരിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അതൊരു മുസ്ലിം വിരുദ്ധ നിലപാടാണെന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? അത് ഇരവാദം ഉയർത്തിക്കൊണ്ട്, എന്നാൽ അതേ സമയത്ത് തന്നെ പലപ്പോഴും വളരെ സംഘടിതമായി മുന്നേറ്റങ്ങൾ നടത്തുന്നവരുടെ അവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് വരുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കേരളം മാത്രം കാണുന്നവരായ പോരാ. കാരണം കേരളം മാത്രം എന്ന രീതിയിൽ ഒരു ക്രിസ്ത്യാനിയും ഇല്ല, കേരളം മാത്രം എന്നുള്ള രീതിയിൽ ഒരു ജനതയുമില്ല. ഇന്നിപ്പോ മലയാളികളാണെങ്കിൽ മലയാളികൾ ഒരു ആഗോള സമൂഹമാണ്. മലയാളികൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തിന്റെയും ഭാഗമാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിലാണ് നടക്കുന്നതെങ്കിലും കേരളം മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്താ വിഷയമാകുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ആഗോള ചിത്രം എന്താണ്? ആഗോള ചിത്രം അത് സിറിയയിലായാലും, അത് ഇറാഖിലായാലും, അത് തുർക്കിയിലായാലും, അത് നൈജീരിയയിലായാലും, അത് ഈവൻ സിംഗപ്പൂരായാലും, അല്ല നമ്മൾ സിലോണിലായാലും, അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ സംഘടിതമായി ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഹിന്ദുക്കളല്ല, വളരെ സംഘടിതമായ ആക്രമണം നടത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന പൊതുവിൽ പറയുന്ന ആ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ആശയമുള്ള ആളുകളാണ് കൊന്നൊടുക്കുന്നതും ഉന്മൂലനം നടത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതും. അത്തരം ആശയങ്ങൾ ഈ രാജ്യത്ത് ലോകമെമ്പാടും നിന്ന് പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് പുതിയ ഒരു വാർത്തയോ പുതിയൊരു അറിവോ ഒന്നുമല്ല. അപ്പൊ അതിന്റെ അനുരണങ്ങൾ കേരള സംസ്ഥാനത്തേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പലപ്പോഴും വ്യക്തമാകുന്നത്. അത് എഴുത്തുകളിലൂടെ, അത് മുദ്രാവാക്യങ്ങളിലൂടെ, അത് പ്രവർത്തനങ്ങളിലൂടെ, പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന നിലപാടുകളിലൂടെ ഒക്കെ വ്യക്തമാകുന്നത് എന്താണ്? വ്യക്തമാകുന്നത് ക്രൈസ്തവ സമൂഹത്തിനെതിരായ ഒരു നിലപാട് ഉള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകൾ വളരെ തീവ്രവാദികൾ തന്നെയാണ്, മറ്റു തർക്കമൊന്നുമില്ല. അത് മൗദൂദ് വിസമാണോ അല്ലെ മറ്റേതെങ്കിലും വിസമാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് പരിശോധിക്കേണ്ടതാണ്. പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന രീതിയിൽ നിൽക്കുകയും മതം തന്നെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള തത്വശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതിലേക്ക് നയിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ മതരാഷ്ട്രവാദത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് എന്ന്, അതുവരെ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്നതിനും അവർക്ക് വേണ്ടി ആളെ കൂട്ടുന്നതിനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇവിടെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിന്റെ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ രാജ്യത്തെ തന്നെ വിവിധ തരത്തിലുള്ള ഏജൻസികൾ ഇതിനോടകമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അതേ സമയത്ത് ഈ കേരള സമൂഹത്തിനകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ മതേതരമായി ചിന്തിക്കുന്നവരും പൊതുസമൂഹത്തോട് ഇഴുകിച്ചേർന്ന് പോയിട്ടുള്ള ആളുകളുമാണ്. അങ്ങനെ അവർ പൊതുസമൂഹത്തിൽ ഇഴുകിച്ചേർന്ന് പോയിട്ടുള്ള ആളുകൾ ആയിരിക്കുമ്പോൾ തന്നെ അവർ നിശബ്ദരാണ്. അവരുടെ നിശബ്ദത രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, അവരുടെ സമുദായത്തിനകത്ത് തന്നെ ഇത്തരത്തിൽ തീവ്ര നിലപാടുകൾ എടുക്കുന്ന ആളുകളുടെ സാന്നിധ്യവും അവരോട് ഇവർക്കുള്ള ഒരു പേടിയും ഒരുപക്ഷെ അതിനൊരു കാരണമാകാം. രണ്ടാമത്തെ സംഗതി, ഇവരെ നിശബ്ദരാകുന്നത് വഴി യഥാർത്ഥത്തിൽ ഗുണമുണ്ടാകുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമുകൾക്കും അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തന്നെയാണ് ഗുണമുണ്ടാകുന്നത്. ശരിക്കും ഈ നിശബ്ദത നിഷ്കളങ്കമായിട്ടുള്ള ഒത്തിരി ആളുകളെ ഒറ്റുകൊടുക്കൽ കൂടിയാണ് അല്ലെ? നിശബ്ദത എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സമാധാന അന്തരീക്ഷത്തെ പോലും ഒറ്റുകൊടുക്കുന്ന രീതിയിലുള്ള നിശബ്ദതയായി പലപ്പോഴും അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നതും പ്രസക്തമാണ് അല്ലെ? തീർച്ചയായും ഈ നിശബ്ദത നമ്മുടെ സമൂഹത്തിലെ ഒത്തിരി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. സാവധാനം ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ട് പോവുകയാണ്. ഇത് ഒരു പൊതുബോധ നിർമ്മിതി കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ആ പൊതുബോധ നിർമ്മിതി എന്ന് പറയുന്നത്? ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക വിഭാഗത്തിന് എതിരെ തീവ്രവാദികളായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഒന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ അത് പ്രശ്നമുണ്ടാക്കും. അത് ഹാജിയ സോഫിയ കേസിൽ നമ്മൾ കണ്ടതാണ്. അത് ഇസ്രായേലിൽ വെച്ച് ഒരു മലയാളി പെൺകുട്ടി യുദ്ധത്തിനിടയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മരണത്തെ ഒന്ന് അപലപിക്കുന്നതിനോ അതിനൊന്ന് പരാമർശിക്കുന്നതിനോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോ മാധ്യമത്തിലുള്ള ആൾക്കാരോ ഒന്നും തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെയുള്ള ഇപ്പൊ നൈജീരിയയിൽ നടക്കുന്ന അതിതീവ്രമായ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ ഭരണാധികാരികളും കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല. അതേ സമയത്ത് വളരെ ഒറ്റപ്പെട്ട രീതിയിലോ അല്ലാതെയോ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് ഒരു മുസ്ലിമാണ് അവിടെ അത്തരത്തിൽ ആക്രമണത്തിന് ഇരയാകുന്നതെങ്കിൽ അതുടനെ മുസ്ലിം ഇരവാദമായി, അത് ഇസ്ലാമോഫോബിയയായി അപ്പൊ ഒരു വശത്ത് ക്രിസ്ത്യാനി നിശബ്ദം നൂറുകണക്കിന് ആളുകളാൽ കൊല്ലപ്പെടും, നൂറുകണക്കിന് ക്രിസ്ത്യാനികൾ ഒരു വശത്ത് നിശബ്ദം കൊല ചെയ്യപ്പെടുകയാണ്. ഇപ്പൊ നൈജീരിയയിലെ ചിത്രങ്ങൾ അതുപോലെ മറ്റു പല സ്ഥലത്തുള്ള ചിത്രങ്ങൾ കാണിക്കുന്നത് എന്താണ്? അക്രമകാരി തോക്കുമായി ചെന്നിട്ട് പള്ളിയിൽ ഇരിക്കുന്നവരായിക്കോട്ടെ പുറത്തിരിക്കുന്നവരായിക്കോട്ടെ വിളിച്ചിറക്കി അവന്റെ തോക്കിലെ വെടികൊണ്ട് തീരുന്നവരെ വെടിവെച്ച് തീർക്കുകയാണ്. വെടിവെച്ച് തീർന്നിട്ട് വളരെ നിശബ്ദരായി അവരൊക്കെ പോവുകയാണ്. ഈ ആളുകൾ
ക്രിസ്തുവിന് വേണ്ടി ആണെങ്കിൽ പോലും അവർ നിശബ്ദരായി പ്രഘോഷിക്കപ്പെടാത്ത രക്തസാക്ഷ്യത്തിന്റെ ഉടമകളായിട്ട് അവർ മാറുകയാണ്. ശരി ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ അഡ്രസ് ചെയ്യുവാൻ എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ നീതി വ്യവസ്ഥ എന്തുകൊണ്ട് ഇതിനെ അഡ്രസ് ചെയ്യാൻ മടിക്കുന്നു? അപ്പോൾ ഈ തരത്തിലുള്ള ആളുകളുടെ വക്താക്കളാണ് ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോൺസൺ പൂവന്തുരുത്ത്, അങ്ങ് ഈ വിഷയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ ദീപിക പത്രത്തിലൊക്കെ എഴുതുന്ന വ്യക്തി കൂടിയാണല്ലോ, അത് രേഖപ്പെടുത്തുന്ന വ്യക്തി കൂടിയാണല്ലോ. നമുക്കറിയാം, ഇപ്പം RSS എന്ന് പറഞ്ഞ ഒരു സംഘടനയെ, പ്രസ്ഥാനത്തെ വിമർശിച്ചാൽ അത് ഒരിക്കലും ഒരു ഹിന്ദു സമൂഹത്തെ മുഴുവൻ വിമർശിക്കുന്നു എന്ന നിലയിൽ നമ്മൾ ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ നമ്മൾ തീവ്രവാദത്തെ വിമർശിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, പാലാ ബിഷപ്പ് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബിഷപ്പ് പറഞ്ഞാൽ, അത് ഉടനെ ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു മതവിഭാഗത്തെ മുഴുവൻ അപമാനിക്കുന്നു, അതിനെ സംശയത്തിന് നിലനിർത്തുന്നു എന്ന ഒരു വാദമാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളൊക്കെ ഈ നിലയ്ക്കൊരു സംഭവത്തെ ഒരു ന്യൂനപക്ഷത്തെ മാത്രം വിമർശിക്കുമ്പോൾ അത് മൊത്തം സമുദായത്തെ വിമർശിക്കുകയാണ് എന്ന് പറഞ്ഞ രീതിയിൽ അതിനെ ലേബൽ ചെയ്യുന്ന ആ ഒരു സംഭവത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു വെളുപ്പിക്കലിന്റെ ഭാഗം കൂടിയാണെന്നാണ് നമുക്ക് ഇതിനെ വസ്തുനിഷ്ഠമായിട്ട് നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആലപ്പുഴയിൽ ഉയർന്ന മുദ്രാവാക്യം കേട്ടതാണ്. ആ മുദ്രാവാക്യം വിവാദമായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ അണിയറയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത് അത് ഹൈന്ദവ സമൂഹത്തിനെതിരെയും ക്രൈസ്തവ സമൂഹത്തിനെതിരെയുമുള്ള മുദ്രാവാക്യം ഒന്നല്ല, അത് സംഘികൾക്കെതിരെയാണ് അവിടെ മുദ്രാവാക്യം വിളിച്ചത്. അതെ, ഒരു ചാനൽ അവതാരിക തന്നെ പറഞ്ഞു അത് കുഴപ്പമില്ലല്ലോ, സംഘികൾക്കെതിരെയാണല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. ആ നിലയ്ക്കാണ് വെളുപ്പിയൽ അല്ലേ? യെസ്, തുടരാം. അല്ല, ഇപ്പൊ അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സംഘികൾ മാത്രമാണോ ഈ സംസ്കാര ചടങ്ങിന് ഈ മലരും അരിയും ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ത്രിസംഖികൾ മാത്രമാണോ കുന്തിരിക്കം സംസ്കാര ചടങ്ങിൽ ഉപയോഗിക്കുന്നത്? അപ്പൊ ഇതൊന്നും ഏകദേശം ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാരെ ലക്ഷ്യം വെച്ച് പറഞ്ഞതല്ല. മുദ്രാവാക്യം പൊതുസമൂഹത്തെ മുഴുവനായി ബാധിക്കുന്ന ഒന്നായിരുന്നു. അതേസമയം അതിനെ വെളുപ്പിച്ചെടുക്കുവാൻ വേണ്ടി വളരെ തന്ത്രപരമായിട്ട് ഇത് സംഘികൾക്കെതിരെയാണ്. ഏത് കേസും വന്നു കഴിഞ്ഞാൽ ഇത് സംഘികൾക്കെതിരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പൊതുവെ കാണുന്ന ഒരു രീതി. അതേസമയം ഇപ്രാവശ്യം അത് പാളിപ്പോയതിന്റെ പ്രധാന കാരണം ആ മുദ്രാവാക്യത്തിലെ കുന്തിരിക്കം എന്ന പരാമർശം പ്രശ്നമായത് അല്ലേ ശ്രീ ജോൺസൺ? പരിപാവനമായ കർമ്മങ്ങളിൽ അതെ കുന്തിരിക്കം വന്നതോടുകൂടി അവർക്ക് പ്രതിരോധിക്കാൻ പറ്റാതായിപ്പോയി. കാരണം ഇത് ക്രൈസ്തവ സമൂഹത്തെ അതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഈ സംഘി ആരോപണത്തിന് അവിടെ കൃത്യമായ മറുപടിയായി അല്ല. അപ്പൊ ഇത് കാലാകാലങ്ങളിൽ വളരെ തന്ത്രപരമായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണ രീതി കൂടിയാണ്. ഇരവാദത്തോടൊക്കെ ചേർത്ത് വെക്കാവുന്ന ഒരു വെളുപ്പിക്കൽ രീതിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ സംഘി ആണെന്ന്. അപ്പൊ ഈ ക്രിസംഘി എന്നുള്ള ഈ വിളി തന്നെ ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഇതിനെ വിമർശിക്കുന്നു, അതായത് ഇവിടുത്തെ തീവ്രവാദത്തെ വിമർശിക്കുന്നവരെയാണ് ക്രിസംഘികൾ എന്ന് വിളിക്കുന്നതെങ്കിൽ ആ ക്രിസംഘി എന്നുള്ള വിളി അഭിമാനമായിട്ട് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം നമ്മൾ വിമർശിക്കുന്നത് തീവ്രവാദത്തെയാണ്. അതുപോലെ തന്നെ റിജു കാഞ്ഞുകാരനൊക്കെ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, നമ്മൾ സുഡാപ്പികളെന്ന് വിളിക്കുന്നതൊക്കെ വളരെ അപമാനകരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ മുഴുവൻ ആരും സുഡാപ്പികളെന്ന് വിളിക്കുന്നുണ്ടെന്ന്. അത് പ്രത്യേക ചില തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തെ മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് സുഡാപ്പി. അപ്പൊ സുഡാപ്പികൾ വിമർശിക്കുന്നതുകൊണ്ട് ഈ റിജു കാഞ്ഞിക്കാരനെ പോലെയുള്ളവര് എന്തിനാണ് ആശങ്കപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുവായ ആശങ്കയാണ്. നമ്മള് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയം അളമുട്ടിയാൽ തേരയും കടിക്കുമെന്നാണ് പറയുന്നത്. ആ അവസ്ഥ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ മേലെ ഈ ക്രിസംഖി എന്നുള്ള ചാപ്പയൊക്കെ കുത്തിയത്. കാരണം ഈ ഒരു ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമുള്ള വഴിയാണ് സംഘികളോട് ചേർന്നാണ് നമ്മളിത് പ്രചരിപ്പിക്കുന്നത്, അല്ലെ സംഘികളുടെ ആശയം നമ്മൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയാണെന്നുള്ള ഒരു പ്രചരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ തലയൂരാനും രക്ഷപ്പെടാനും സാധിക്കും. അപ്പൊ ആ വൈറ്റ് വാഷിംഗിന്റെ കാലം കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ സമീപകാലത്തെ മാത്രമല്ല ലവ് ജിഹാദ് എന്നുള്ള ആരോപണം സംഘപരിവാറൊക്കെ ശക്തമായ എത്രയോ കാലം മുമ്പ് KCBC ഔദ്യോഗികമായിട്ട് അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെച്ചതാണ്. തീർച്ചയായും KCBC തന്നെയാണ് ഈ വിഷയം ആദ്യമായിട്ട് കേരള സമൂഹത്തിന് മുന്നിലേക്ക് ചർച്ച. KCBCയുടെ ജാഗ്രതാ ന്യൂസിലൂടെയാണ് ഏറ്റവും ആദ്യം ഈ വിഷയം കേരള സമൂഹത്തിന് മുന്നിലേക്ക് ചർച്ചയ്ക്കായിട്ട് വെച്ചത് തന്നെ. അതൊക്കെ കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് കഴിഞ്ഞാണ് നമ്മുടെ RSS പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ സംഘപരിവാർ പോലെയുള്ള സംഘടനകൾ ഈ വിഷയം ഏറ്റെടുക്കുകയും അതിന് കൂടുതൽ പ്രചാരണം നൽകുകയും ഒക്കെ ചെയ്തത്. പക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ച് വിമർശിച്ചാലും
നമ്മൾ ഉടനെ സംഘികളുടെ ആളുകളാണ് ചേർക്കുന്ന തന്ത്രം ഇനിയുള്ള കാലഘട്ടത്തിൽ നടപ്പിലാവില്ല എന്ന് ഇതിന്റെ അണിയറയിലുള്ളവർ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കേരളത്തിൽ വളരെ സൗഹാർദ്ദത്തോടെയും നടക്കുന്ന നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ കൂടുതൽ വിഷലിപ്തമാക്കുവാനേ ഇങ്ങനെയുള്ള ഈ പരിപാടികൾക്ക് കഴിയുകയുള്ളൂ. ആ നിലക്കുള്ള നീക്കം നമ്മുടെ ചില മുഖ്യധാര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും കൂടെ ഇല്ലേ? മാധ്യമങ്ങൾ കൂടി പ്രതിക്കൂട്ടിലാകേണ്ടതല്ലേ ശ്രീ ജോൺസൺ? തീർച്ചയായും മാധ്യമങ്ങൾ വളരെ തന്ത്രപരമായ സമീപനം. അവർ പലപ്പോഴും ആളുകളുടെ എണ്ണം നോക്കി അവരുടെ സർക്കുലേഷനെയും അതുപോലെ തന്നെ ചാനൽ റേറ്റിംഗിനെയൊക്കെ ആസ്പദമാക്കിയുള്ള നിലപാടുകളും സമീപനങ്ങളും സ്വീകരിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അതിൻ്റെ അകത്ത് പലപ്പോഴും സത്യത്തിനും നീതിക്കും അല്ലെങ്കിൽ ധാർമ്മികമായ നിലപാടുകൾക്കൊന്നും വളരെ കൃത്യമായ സ്ഥാനം പലപ്പോഴും നൽകപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ മാധ്യമങ്ങളുടെ സമീപനം എന്ന് പറയുന്നത് കച്ചവടപരമായ ചില സമീപനങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ വായനക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ കാഴ്ചക്കാർക്ക് കൂടുതൽ ആഴ്ചക്കാരെ കിട്ടുവാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വളർന്നു വരുന്ന വലിയൊരു സമൂഹത്തിൽ അവരെ പ്രീതിപ്പെടുത്തുവാനും അവർക്ക് പരിക്കേൽക്കാതിരിക്കുവാനുമുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. പക്ഷേ ഈ ശ്രമത്തിനിടയിൽ നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന കേരള സമൂഹത്തിന് നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന സ്നേഹത്തിന്റെ, സഹകരണത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സ്വകാര്യ സംഭാഷണങ്ങളിൽ പോലും മാധ്യമപ്രവർത്തകരൊക്കെ പലപ്പോഴും ഇതൊക്കെ പറയാറുണ്ടെങ്കിലും മാധ്യമങ്ങളുടെ ചർച്ചകളിലേക്കും അവതരണ രീതികളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊന്നും അവിടെ കാണാറില്ല. ഞാൻ തിരിച്ചു വരാം. ഫാദർ ജോൺസൺ തേക്കടയിൽ, ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഇരവാദം ഈ സമൂഹത്തിൽ രൂപപ്പെട്ടു വരികയാണ്. അതായത് തീവ്രവാദത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ ഏതെങ്കിലും ഒരു വിഭാഗത്തോടൊപ്പം ചേർത്ത് വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സംഘി എന്നോ ക്രിസംഘിയോ എന്നൊക്കെ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ആ വാദത്തിന്റെ എല്ലാ ഇന്റഗ്രിറ്റിയെയും നള്ളിഫൈ ചെയ്യുക, അതിനെ ഇല്ലാണ്ടാക്കുക. സോ അങ്ങനെ ഇല്ലാണ്ടാക്കുമ്പോൾ എന്താണ്, ആ പറയുന്ന ആളുകളുടെ ആ ആശയവും ആ നിലയ്ക്ക് അപ്രസക്തമാക്കുക. ആ തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കപ്പെടുക. പല ബിഷപ്പ് സംസാരിച്ചപ്പോൾ വളരെ പ്രസക്തമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോഴും ഈ നിലക്കുള്ള ഒരു പ്രതികരണമാണ് പൊതുസമൂഹം എന്ന് വിളിക്കുന്ന സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് മാധ്യമങ്ങൾ നിർമ്മിച്ചെടുത്ത ഒരു നിർമ്മിതിയുടെ ഭാഗമായി തന്നെയാണ്. ശരിക്കും ഈ ഒരു സംഘടനത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഈ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തന്നെയല്ലേ? അല്ലെങ്കിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളവും വെള്ളവും നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചില മത നേതൃത്വവും ഒക്കെ തന്നെയല്ലേ ശരിക്കും ഈ ഒരു ഗ്യാപ്പിൽ രക്ഷപ്പെട്ടു പോകുന്നത്? തീർച്ചയായിട്ടും ഇതിൻ പറഞ്ഞത് 100% ശരിയാണ്. ഇവിടെ ചില പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അടിവേരുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു. വളരെ നല്ല മതസൗഹാർദ്ദ അന്തരീക്ഷത്തിൽ വളർന്ന നമ്മൾ, എൻ്റെയൊക്കെ ബാല്യകാലം മുതൽ തന്നെ ഈ ജാതിയും മതവും വ്യത്യാസം പോലും ഇല്ലാതെ വളർന്ന മലബാറുകാരനാണ് ഞാൻ. അപ്പൊ ഇവിടുത്തെ ആ അന്തരീക്ഷത്തിനൊക്കെ കോട്ടം ഭവിച്ചത് നൂതനമായ ആശയങ്ങളുമായി ചില ആളുകൾ ഇവിടേക്ക് കുടിയേറിയത് കൊണ്ടാണ്. അത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പ്രത്യേക സംഘടന അല്ലെങ്കിൽ മൗദൂദിസം മാത്രമാണെന്നുള്ള. പക്ഷെ ആ മൗദൂദിസത്തിന് പല വേർഷൻസ് ഉണ്ടാക്കുവാനും ആ വേർഷൻസ് ഇവിടെ സമൂഹത്തിൽ കലുഷിതമായ അന്തരീക്ഷം, നേരത്തെ പ്രിയപ്പെട്ട റിജു വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് യേശുക്രിസ്തു വിമർശിച്ചു, വൈദികരെയൊക്കെ അല്ലെങ്കിൽ അന്നത്തെ മതസമൂഹത്തെ വിമർശിച്ചു, അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ടത്. അങ്ങനെയല്ല, യേശുക്രിസ്തു ലോകത്തിൽ വന്നു തന്നെ ക്രൂശിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ആ തിയോളജി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് റിജു അത് പറഞ്ഞത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടാനും മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്താൻ വേണ്ടി ക്രൂശിതനായി മരിച്ചടക്കപ്പെട്ടു. അങ്ങനെ തന്നെ റിജോ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. ഓക്കെ, റിജോയ്ക്ക് കറക്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ റിജോ പറഞ്ഞ വയസ്സ് എന്നിട്ട് മരിക്കുമായിരുന്നു. അങ്ങനെ മരിക്കാൻ വേണ്ടി വന്നവനല്ല യേശു. അത് പറഞ്ഞതിന്റെ സാന്ദർഭിക വശമായ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അപ്പം നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ക്രിസ്തു ദർശനം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നതല്ല, സമൂഹത്തിൽ സമാധാനവും സ്വസ്ഥതയും വരുത്താൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് മുതൽ ഇന്ന് വരെയും ക്രിസ്തീയ സഭ എപ്പോഴും മൗനം പാലിക്കാറുള്ളത്. എന്നാൽ മൗനം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിക്ക് വേണ്ടി പോരാടണ്ട എന്നോ നീതിപൂർവം കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നുള്ളതല്ല. കാരണം സത്യം സംസാരിക്കാനുള്ള ആർജവം നമുക്കുണ്ടാകുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കറക്റ്റാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുമ്പോൾ ശക്തിയോടും ബലത്തോടും സുബോധത്തോടും കൂടെ സത്യം സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സത്യസംസാരം വന്നപ്പോഴാണ് ഇവിടെ മറ്റു പല പ്രശ്നങ്ങളും രൂപപ്പെട്ടു വരുന്നത്. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇതിന് മനസ്സിലാവും. 1995 മുതൽ, അതിന് മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ 95 മുതൽ വളരെ
വളരെ ചിട്ടയായിട്ട് മൗദൂദിസത്തിന്റെ വേർഷൻസ് ഇവിടെ വന്നു, മാധ്യമങ്ങളിലൂടെ വന്നു. അതിനുശേഷം അത് പബ്ലിക്കായിട്ടുള്ള പ്രചരണങ്ങളായിട്ട് വന്നു. സ്റ്റേജ് കെട്ടി അതിനകത്ത് വളരെ ശക്തമായിട്ട് ക്രൈസ്തവ മാർഗത്തെയും ഇതര മതങ്ങളെയും വളരെ മോശമായ വിധത്തിൽ ദുർവ്യാഖ്യാനം നടത്തുകയും ദൈവവചനമായ വിശുദ്ധ ബൈബിള് ദൈവവചനം അല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അന്ന് ഇവിടുത്തെ ഒരൊറ്റ മതേതരവാദിയും അതിനെതിരെ സംസാരിച്ചില്ല, ഒറ്റ ആള് പോലും പറഞ്ഞിട്ടില്ല. 2010 VS അച്യുതാനന്ദനാണ് നമ്മുടെ KCBC ഒക്കെ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ആദരണീയനായ സഖാവ് VS അച്യുതാനന്ദനാണ് പറഞ്ഞത് 20 വർഷം കഴിയുമ്പോൾ ഇവിടെ ഒരു അജണ്ട നടപ്പിലാകുവാൻ പോകുന്നു. ഞാൻ പറയുന്നതിന്റെ പൊരുൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്, പേരുകളൊന്നും പറയുന്നില്ല. 20 വർഷം കൊണ്ട് ഇവിടെ ഒരു അജണ്ട നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ഡേറ്റാസ് ഇല്ലാതെ പറയാൻ പറ്റുമോ? വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ആ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പല സഖാക്കളും വളരെ ശക്തമായിട്ട് SDPI വിമർശിച്ചുകൊണ്ട് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും വീഡിയോ കിടപ്പുണ്ട്, പല മേഖലകളിൽ കിടപ്പുണ്ട് അവർ ചെയ്യുന്നതായിട്ടുള്ള മോശത്തരങ്ങളെ കുറിച്ച്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ക്രൈസ്തവർ മൗനം പാലിച്ചത് കൊണ്ട് നേരത്തെ ജോസൂട്ടി സാർ പറഞ്ഞതുപോലെ ഇത് റാപ്പിഡായിട്ട് എല്ലായിടത്തേക്കും പരന്നു. നിരപരാധിയായിട്ടുള്ള നിരവധി പേരെ അതിനകത്ത് ഉൾപ്പെടുത്തി. ഇപ്പൊ ഇന്ന് സംഭവിച്ചൊരു കാര്യം പറയും. ഇന്ന് എനിക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഒരു വീഡിയോ അയച്ചത്, ഒരു കൊച്ചു പയ്യന്റെ ലെസ് ദാൻ 10 years old, 10 വയസ്സിൽ താഴെയുള്ള ഒരു പയ്യൻ, അവന് ഒരു പ്രഭാഷണം നടത്തുന്നു. മലരും അവലും ഒക്കെ പോട്ടെ, അത് വേറൊരെണ്ണം. അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരെണ്ണം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം പ്രായമുള്ള ആളാണ്. എന്തായാലും പ്രായമുള്ള ആളാണെങ്കിലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തുടരാം. പ്രായമുണ്ടോ? എനിക്ക് പ്രായമുള്ള ആളാണ്. ഓക്കെ. അത് എത്ര ഭീഭത്സമായിട്ടുള്ള സംസാരമാണ്. ഇവിടെ അങ്ങനെയുള്ള മതവിദ്വേഷ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതിന് എന്താ പറയുന്നത്, മതവൽക്കരണത്തിന്റെ ഒരു ഭാഷ്യം കൊടുക്കുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ രാഷ്ട്രീയത്തിൽ മതവൽക്കരണം കൊണ്ടുവരുന്നു. മതത്തിൽ രാഷ്ട്രീയവൽക്കരണം കൊണ്ടുവന്നാൽ കുഴപ്പമില്ല, കാരണം അത് മതത്തിൽ ആ സെപ്പറേറ്റ് മതത്തിനെ മാത്രമേ ബാധിക്കുള്ളൂ. ഇത് രാഷ്ട്രീയത്തിൽ മതവൽക്കരണം കൊണ്ടുവരുമ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ സൈഡ് ലൈൻ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ നിശബ്ദരാക്കാൻ പറ്റുന്ന ക്രിസ്തീയ സമൂഹത്തെ മാർജിനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ തങ്ങളോടൊപ്പം നിർത്താമെന്നുള്ള ഒരു ചിന്താഗതി എവിടെയോ ആർക്കൊക്കെയോ വന്നു. അവര് താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി മുന്നോട്ട് വരികയും അവർ സ്റ്റെപ്പുകൾ പണിയുകയും ചെയ്യുമ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് അതിന് വളക്കൂറുള്ള മണ്ണാക്കി കൊടുക്കാൻ വേണ്ടി ക്രിസ്തീയ സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്നു. അവിടെയാണ് പ്രശ്നം. ഞാനൊരു വേറൊരു ഉദാഹരണം പറയാം. അടുത്ത സമയത്ത് ഒരു നിമിഷം ഒന്ന് അങ്ങ് പറയാൻ ശ്രമിക്കുന്നത് 95കളിൽ എഴുതപ്പെട്ട മൗദൂദിയൻ ആശയങ്ങൾ, അതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ദൃശ്യമാധ്യമം അല്ലെങ്കിൽ പത്രമാധ്യമം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു തീവ്രവാദ ആശയങ്ങളെക്ക് വളക്കൂറായുള്ള മണ്ണായി കേരളത്തെ മാറ്റിയെന്നാണോ അങ്ങ് പറയാൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും 95 ഞാൻ പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം പറഞ്ഞേ. അന്ന് മുതലേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അന്ന് മുതലുള്ള, അതിന് മുമ്പ് തന്നെ മൗദൂദിസത്തിന്റെ ഒക്കെ അതിന് മുമ്പേ വന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പുസ്തകം, എനിക്ക് അറിഞ്ഞുകൂടാ റിജു ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന്. വായിക്കണം റിജു. ആ പുസ്തകത്തിന്റെ പേര് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ നിന്നും പറഞ്ഞിട്ടാ. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, റിജോയുടെ കൂട്ടുകാരൻ എന്നെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞ ഒരു ചർച്ചയിൽ അച്ഛന് ബെഞ്ച് ഓഫ് തോട്ട് ഒന്ന് വായിക്കണമെന്ന്. അതൊക്കെ ഞാൻ പണ്ടേ വായിച്ചതും ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന. പക്ഷെ ഈ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു കഴിയുമ്പോൾ അറിയാം അതിന്റെ ആശയങ്ങളുടെ ഗതി എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇവിടെ ജീവനോടുകൂടെ ജീവിക്കണോ അതോ കപ്പം കൊടുത്ത് ജീവിക്കണോ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണോ കപ്പം കൊടുത്ത് ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്ന തരത്തിലാണ് മൗദൂദിസം വളർന്നിരിക്കുന്നത്. അത് നിങ്ങളാരും കണ്ടില്ല. അന്ന് നിങ്ങളാരും ചർച്ച ചെയ്യാനില്ലായിരുന്നു. വേണ്ട, ഒരു മെയിൻ ലൈൻ ചാനലിലെ അവതാരകൻ ഈ അടുത്ത സമയത്ത് 2-3 ദിവസം മുമ്പ് അവതാരകന് പറ്റിയ തെറ്റിനെ കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതാവിനെ അനുകൂലിച്ചതിൽ, അദ്ദേഹത്തെ അന്ന് അനുകൂലിച്ചു എന്നതിൽ ഞാൻ ഇപ്പോൾ ഖേദിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ശിക്ഷ അല്ലെങ്കിൽ അദ്ദേഹം കിടക്കുന്ന കോടതിയിൽ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പറയുന്നില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ മൗനം പാലിക്കുമ്പോൾ ഇത് ചർച്ചയ്ക്ക് വരികയില്ല, ആളുകൾ മനസ്സിലാക്കുകയില്ല. അപ്പൊ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള ചിന്താഗതിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് തെറ്റാണ്. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കണം, സത്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനാരെയും പേടിക്കണ്ട. ഏത് പേര് വന്നോട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ എന്തിനാ വറിയിടാകുന്നത്? കാരണം നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികന്മാർ ഇവിടെ ഈ സുവിശേഷവുമായിട്ട് വന്നപ്പോൾ, അവരിവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ കർമ്മനിരതരായി കഴിഞ്ഞപ്പോൾ, ആരോഗ്യ മേഖലകളിൽ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് എന്താ പട്ടുമെത്തയാണോ കിട്ടിയത്?
നമുക്ക് അറിഞ്ഞുകൂടെ പല മേഖലകളിൽ നമ്മുടെ ഫാദർ സ്റ്റാൻസാമി വരെ എങ്ങനെ കൊല്ലപ്പെട്ടെന്ന്, സ്റ്റെയിൻസ് എങ്ങനെ കൊല്ലപ്പെട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട, ആരും പൂമറ്റൊന്നും തരികയല്ല, ആരും കയ്യടി നേടാൻ വേണ്ടിയിട്ട് ചാനൽ ചർച്ചയിൽ ഇരിക്കരുതെന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളൂ. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ റിജു കനുകാരൻ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ. കേരള ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഒരു വിഷയത്തിൽ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് ഒരു കാര്യം പറയുമ്പോൾ അതിനിടയിൽ ചില അപശബ്ദങ്ങൾ അല്ലെങ്കിൽ ചില വ്യത്യസ്തമായ ശബ്ദങ്ങൾ, പക്ഷെ ആ വ്യത്യസ്തമായ ശബ്ദങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ അത് വിചാരണ ചെയ്യുന്നു, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. ആ നിലയ്ക്കുള്ള സംഭവങ്ങൾ നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്ന പല പ്രശ്നങ്ങളിലും വിഷയങ്ങളിലും ഒക്കെ നമുക്ക് ആ ഒരു കാര്യം കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീവ്രവാദം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിനകത്ത് മറ്റൊരു വേർതിരിവിന്റെ ആവശ്യമില്ലല്ലോ. നീ നാട്ടിലുള്ള നാനാജാതി മതസ്ഥരെ, അതിലെ വിവിധ വിഭാഗങ്ങളെയൊക്കെ ഒരേ കണക്കിന് ബാധിക്കുന്ന വിഷയമല്ലേ. അത്തരം വിഷയങ്ങളിലൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ഒരു ധീരമായ നിലപാട് ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും, അതിലെന്താണ് സംശയം? ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. അച്ഛനും ജോൺസണൊന്നും ഞാൻ പറഞ്ഞത് എന്താണെന്നതിനെ കുറിച്ച് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. ജോൺസൺ പറഞ്ഞു സുഡാപ്പികൾ എന്ന് വിളിക്കുന്നതിന് റിജുവിന് സുഡാപ്പികൾ എന്ന് SDP-ക്കാരെ വിളിക്കുന്നതിൽ എനിക്ക് എന്താണ് ബുദ്ധിമുട്ട്? SDP-ക്കാരെ വിളിക്കണം, തീവ്രവാദ സ്വഭാവമുള്ളവരെ നമ്മൾ എതിർക്കണ്ട എന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ചാനൽ ചർച്ചയിലും പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ചില ചെയ്തികളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ളവരെ സുഡാപ്പികൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ വിഭാഗക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന് തീവ്രവാദ സ്വഭാവമുള്ള SDP-ഐ ആയാലും RSS ആയാലും ബജ്രംഗ് ദളായാലും അങ്ങനെ എത്ര സംഘം, എല്ലാത്തിനും ഒരേപോലെ കൃത്യമായി നമ്മൾ എതിർക്കണം. നമ്മളെ സംബന്ധിച്ചുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ കേഡർ സിസ്റ്റം ഉള്ള ഏത് സമൂഹമാണ് ഇന്ന് ലോകത്തുള്ളത്? ഒരു സമൂഹവുമില്ല. എന്നിട്ട് പോലും ഈ 95 മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് ഇവിടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സിസ്റ്റമാറ്റിക്കായി നമ്മുടെ കുടുംബ യൂണിറ്റുകൾ വഴി, നമ്മുടെ കാറ്റഗിസം വഴി നമ്മൾ പൊതുസമൂഹത്തെ എന്തുകൊണ്ട് കാറ്റഗൈസ് ചെയ്തില്ല? എന്തുകൊണ്ട് നമ്മൾ കൃത്യമായി അതിനെതിരെ ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളും അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന പൊതുസമൂഹമാണ് ഇവിടെ ഉള്ളത്. പാലാ തിരുമേനി ഈ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പൊ എത്ര പേരുണ്ടായിരുന്നു പാലാ തിരുമേനിയോട് കൂടെ? ഞാൻ പറയാം. പാലാ തിരുമേനി പറഞ്ഞതിന് ഞാൻ എതിർക്കുന്നത്, പാലാ തിരുമേനി പറഞ്ഞ കാര്യങ്ങളിൽ നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു വാക്കോ നാർക്കോട്ടിക് ജിഹാദ് എന്ന സംഭവമോ ഇല്ല എന്ന അർത്ഥത്തിലല്ല. അദ്ദേഹത്തെ പോലെ പൊസിഷനിലുള്ള ഒരു പിതാവ് അതൊരു പബ്ലിക് ഓഡിയൻസിൽ പറയാതെ അദ്ദേഹത്തിന് കൃത്യമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറഞ്ഞു എന്നാണ് പറയാ. കൃത്യമായ വിവരങ്ങൾ അനുസരിച്ച് അത് കൃത്യമായ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭരിക്കുന്ന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതനുസരിച്ച് നമ്മുടെ സ്വന്തം ഒരു ബിഷപ്പിന് ഒരു ഇടവകയിലൊക്കെ പ്രസംഗിക്കാനൊക്കെ ഇത്രയ്ക്ക് അനുവാദ പ്രശ്നമുണ്ടോ ശ്രീ റിജു? അല്ല, ഇവിടെ വരുന്ന ഒരു പ്രശ്നമാണ്, ഒരു മിനിറ്റ് റിജോ, ഇവിടെ വരുന്ന ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ ഇനിയും തൊട്ട് ഇടയലേഖനമായിരുന്നാലും മറ്റെല്ലാം ഞങ്ങളുടെയും കൂടെ അനുവാദത്തോടു കൂടെ നിങ്ങൾ വായിക്കാവൂ, പറയാവൂ, പ്രസംഗിക്കാവൂ എന്ന് പറയുന്ന ആ സിസ്റ്റം അതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ കപ്പം അങ്ങനെ പറയരുത്. നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തെ എന്തുകൊണ്ടാണ് പൊതുസമൂഹം ബഹുമാനത്തോടും ആദരവോടും കണ്ടുകൊണ്ടിരുന്നത്? നമ്മുടെ മേലധ്യക്ഷന്മാരെ എന്തുകൊണ്ടാണ് ആദരവോടെ കാണുന്നത്? അവർക്ക് നമ്മുടെ സമൂഹത്തോട് ബാധ്യത ഇല്ലാത്തതുകൊണ്ടോ നമ്മുടെ സമൂഹത്തോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല. അവർക്ക് നമ്മുടെ സമൂഹത്തോട് സ്നേഹമുണ്ട്, നമ്മുടെ ഇടവകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്, കൃത്യമായ കാര്യങ്ങൾ നടപ്പാക്കാനും അവർക്കറിയാം. പക്ഷേ അവർ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ SDP-യുടെ നേതാക്കന്മാരെ പോലെയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകളെ പോലെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വർഗീയപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട സമചിത്തതയും ഈ വർഗീയപരമായി എന്ന് ഉദ്ദേശിക്കുന്ന റിജു എന്താണ് വർഗീയപരമായി എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ല, എറണാകുളം നമ്മുടെ സമൂഹത്തിൽ
ഇപ്പൊ നിങ്ങളുടെ സംഭവങ്ങളിൽ മലബാറിന്റെ അവസരം എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചു, ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിലിലും എല്ലാ മേഖലകളിലും വർഷങ്ങളിൽ 30 വർഷമായ ആത്മായ നേതൃത്വം. പക്ഷെ ഇവിടെ അങ്ങനെ പ്രസ്താവന നടത്തുന്നതിന് എന്ത് തരത്തിലുള്ള അനുവാദം അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് നീതികേട് എന്താണ്? അങ്ങ് ഒരുപക്ഷെ അതിനെ അനുകൂലിക്കുന്നുണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതോ ആ പ്രസ്താവനയെ അങ്ങ് എതിർക്കുകയാണോ? ഞാൻ നാർക്കോട്ടിക് ജിഹാദില്ല എന്നോ ലവ് ജിഹാദ് ഇല്ല എന്ന് വാദിക്കുന്ന ഒരാളല്ല. ശരി, ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു തിരുത്തും കൂടെ ഉണ്ട്. പാലാപിതാവ് പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ റിജുവിന്റെ വാദം പ്രസക്തമായേനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹം പള്ളി പ്രസംഗത്തിൽ പറയാൻ അങ്ങ് ഒരിക്കൽ പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു, ഈ ചർച്ച ഇത് ഉദ്ബോധിപ്പിക്കേണ്ടായിരുന്നു. അങ്ങനെ ഉദ്ബോധിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ വന്നത്. അപ്പോഴാണ് അതിനെ ആ നിലയ്ക്കുള്ള ചാപ്പകുത്തലായിട്ടൊക്കെ പൊതുസമൂഹം എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക സമൂഹം അതിനെ കണ്ടതുമൊക്കെ, അല്ലെ? അതൊക്കെ നമ്മൾ കണ്ടതാണ്. റിജു അത് മാത്രമല്ല, റിജു പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ. കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവരെ അംഗീകരിക്കുന്നത്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സമൂഹത്തെ അദ്ദേഹം ബോധവൽക്കരിക്കണ്ട എന്ന അർത്ഥത്തിലല്ല. അദ്ദേഹത്തിന് കൃത്യമായ അതിന് വഴികളുണ്ട്. കൃത്യമായി ഞാൻ പറഞ്ഞു വരുന്നത്, എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചോളം ഞങ്ങൾ കൃത്യമായ ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. എറണാകുളം അതിരൂപതയിൽ നിന്ന് എത്ര പെൺകുട്ടികൾ മുസ്ലിം യുവാക്കളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, എത്ര പെൺകുട്ടികൾ ഹിന്ദു യുവാക്കളെ അല്ലെങ്കിൽ കല്യാണം, എത്ര ക്രിസ്ത്യൻ യുവാക്കൾ ഹിന്ദു മുസ്ലിം കുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കണക്കുകൾ പുറത്തുവിടാൻ പറ്റാത്ത വിധം ഭീകരമാണ്. എറണാകുളത്ത് ഒരു മെറിൻ ജോസഫ് എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ ഇല്ലേ? അതൊക്കെ ആ പ്രദേശത്തല്ലേ? പറഞ്ഞു തീരട്ടെ എന്റെ സുഹൃത്തെ. ആ എക്സാമ്പിൾ മാത്രം പോരെ ഇവിടുത്തെ. ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. എറണാകുളം അതിരൂപതയെ സംബന്ധിച്ചോളം മറ്റ് മതങ്ങളിലേക്ക് പോയതിന്റെ എത്രയോ മടങ്ങാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങോട്ട് വന്നവരുടെ എണ്ണം എന്ന് ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് മലബാറിലെ അവസ്ഥയുമായി എനിക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. മലബാറിലെ അവസ്ഥ വ്യത്യസ്തമായിരിക്കാം. നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ പറയാം. ഈ കടന്നുകയറ്റത്തെ നിങ്ങൾക്ക് കൃത്യമായി ഇത് ചെയ്യാം. അത് കൃത്യമായി നിങ്ങളുടെ സമൂഹത്തെ കാറ്റഗറൈസ് ചെയ്യാം. അത് പ്രശ്നമല്ലാത്തത് കൊണ്ട്, അത് എറണാകുളത്ത് ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് ആ നിലയ്ക്ക് നിങ്ങൾ അതിനകത്ത് ചർച്ചയ്ക്ക് അത് പ്രശ്നമല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആ നിലയ്ക്ക് അതിനെ കാണുന്നില്ല. പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സന്ദേഹമായി തോന്നുകയുമില്ല, അല്ലേ? അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അത് ഒരു സാധനത്തെ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾക്ക് നേരെ വരുന്ന രണ്ട് എല്ലാ തീവ്രവാദ സംഘടനകളെയും നമ്മൾ അഡ്രസ് ചെയ്യണം. നമ്മൾ എപ്പോഴും വൺ സൈഡായി പോകുന്നു. അതായത് നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത്, ഇവിടെ ലവ് മാരേജിന് നമ്മൾ ആരും എതിരല്ല. വിവാഹം കഴിക്കുന്ന മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് നമ്മളാണ് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും ചെയ്യുന്നത്. പക്ഷേ അതൊരു പ്രത്യേക അംഗീകരിക്കില്ല ജോൺസൺ തേക്കടയിൽ. പക്ഷേ മിശ്രവിവാഹത്തെ ആ നിലയ്ക്കാണ് നമ്മൾ കാണുന്നത് എന്ന് മാത്രമാണ് അതിനകത്തെ ഒരു കാരണം അത് മാനുഷികം. അതിനുള്ള പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് അതാണ് അതിന്റെ ഭാഷ്യം. എന്നാൽ അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാകുമ്പോൾ, ഒരു പ്രത്യേകമായ രീതിയിലാകുമ്പോൾ, കുടുംബങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലാകുമ്പോഴാണ് ഇവിടെ പ്രശ്നം. അത് നമ്മുടെ പൊതുസമൂഹത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ്. നമുക്കറിയാമല്ലോ, ശബ്ദം കേട്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മലയാളം ശബ്ദമൊക്കെ കേട്ടല്ലോ നമ്മള്, ഇല്ലേ? അച്ഛനോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ കുട്ടികളെ കുറിച്ച് നമ്മളിങ്ങനെ തുടരെ മുസ്ലിം യുവാക്കൾ വന്നാൽ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെ കുറിച്ച്, അല്ലെങ്കിൽ മയക്കുമരുന്ന് വന്നാൽ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ ആകുലതപ്പെടുന്നപ്പോൾ പൊതുസമൂഹത്തിൽ നമ്മൾ നൽകുന്ന സന്ദേശം എന്താണ്? നമ്മുടെ പെൺകുട്ടികൾ ഏത് ആള് വന്ന് കൈ കാണിച്ചാലും ഏത് മയക്കുമരുന്ന് വന്നാലും പോകാൻ തയ്യാറായി നിൽക്കുന്നവരായിട്ടാണോ? അത് നമ്മുടെ സമൂഹത്തിലെ മാത്രമല്ല, റിജോയ്ക്കുള്ള ഒരു കുഴപ്പം എന്ന് വെച്ചാല് നമ്മുടെ ഒരു സമൂഹത്തിന്റെ മാത്രമല്ല, ഇവിടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഹീനമായ നർക്കോട്ടിക് പ്രോബ്ലംസിനെ കുറിച്ചാണ് പിതാവ് അവിടെ സംസാരിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തില് ഏറ്റവും അധികം ഇന്ന് വിൽപ്പന നടക്കുന്ന സാധനം എന്താണ്? ഏറ്റവും അധികം തൊഴിൽ ചെയ്യുന്ന ഏത് മേഖലയിലെ ആളുകള്? അതൊന്ന് ചിന്തിക്കുക. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ തിരിച്ചെത്താം. ശ്രീ ഡോക്ടർ ജോണിക്കുട്ടി ഒഴികെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഇത്തരത്തിലുള്ള സന്ദേഹങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ, ശ്രീ റിജു പറഞ്ഞ ഒരു പോയിന്റ് ആയിരിക്കും ഒരു പക്ഷേ പൊതുസമൂഹം കാണുന്നത്. നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ നിലപാടില്ലായ്മയെ കുറിച്ചൊക്കെ ആയിരിക്കും പൊതുസമൂഹം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഏത് പ്രലോഭനങ്ങളിൽ വീഴുന്ന ഒരു വിഭാഗമാണോ കുട്ടികൾ എന്ന നിലയിലല്ലേ വ്യാഖ്യാനിക്കപ്പെടുക.
അങ്ങനെയുള്ള ആ ഒരു വാദത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അല്ല, അത് അതിൽ തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം ഇപ്പൊ ഹാദിയ കേസ് എന്ന് പറയുന്നത് ഹാദിയ ക്രിസ്ത്യൻ ആയിരുന്നില്ല, ഹിന്ദു പെൺകുട്ടിയായിരുന്നു. ഓക്കെ, ഇത് ക്രിസ്ത്യൻ സമൂഹത്തിന് മാത്രമുള്ള ഒരു വിഷയമല്ല. ഇത് കേരളത്തിലെ മറ്റ് ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിന് പൊതുവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അത്തരമൊരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നിടത്താണ് അതിന്റെ വിരോധാഭാസം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രശ്നത്തെ അഡ്രസ് ചെയ്തു എന്നുള്ളതാണ് പാലാപിതാവ് ചെയ്തത് തെറ്റ്. അല്ലാതെ അത്തരം പ്രശ്നം ഇല്ല എന്ന് ആരും പറയുന്നില്ല. ഈവൻ ബിജു കാഞ്ഞിക്കാരനും പറയുന്നില്ല അതില്ലാന്ന്. അതിനെ അഡ്രസ് ചെയ്യണ്ട, അതിനെ അഡ്രസ് ചെയ്താൽ അവരുടെ മതത്തിൽ നിന്ന് എന്തോ കുഴപ്പമുണ്ടാകും എന്ന രീതിയിലാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ മുഖംമൂടി വെച്ചുകൊണ്ടുള്ള സംസാരങ്ങളും ഇരട്ടത്താപ്പുമാണ് വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഉള്ള കാര്യം ഉള്ളതാണ്, ഞങ്ങൾ അനുഭവിക്കുന്ന ഇതാണ്. ഇത് തെളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ഇവിടെ ഭൂകമ്പം ഉണ്ടാകും, അങ്ങനെ തെളിച്ച് പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ അവരെ വെച്ചേക്കില്ല എന്ന് പറയുന്ന തരത്തിലുള്ള സമീപനം എന്ന് പറയുന്നത് വളരെ, അതാണ് നമ്മുടെ ദുരന്തം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തന്നെയാണ് ഒരു അപനിർമ്മിതി എന്ന് പറയും. കത്തോലിക്ക സമുദായത്തെയും ക്രിസ്ത്യ സമുദായത്തെ കുറിച്ച് പൊതുവിലും ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. കേരളത്തിലെ ക്രിസ്ത്യ സമൂഹം അത് മിഷണറിമാരുടെ വരവിനും വരവോടുകൂടിയും അതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ഒക്കെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ചേർന്ന് നിന്നവരും ഈ സമൂഹത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ പരിശ്രമിച്ചവരുമാണ്. അന്ന് അതിനൊന്നും കഴിയാതിരുന്ന ആളുകൾ, അത്തരത്തിലുള്ള പ്രവർത്തനത്തിന്റെ ഗുണഭോക്തായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഉണ്ടാകുന്ന രക്ഷ എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യ സമൂഹത്തെ പൊതുസമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കണം, മോശമാക്കി കാണിക്കണം. മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ, ക്രിസ്ത്യൻ സഭകൾക്കിടയിൽ പിന്നിൽപ്പുണ്ടാക്കുക, ഒരേ നിലയ്ക്ക് പോയിട്ടുള്ള സമൂഹത്തിനിടയിൽ ഒരു പ്രത്യേക സമൂഹത്തെ സൃഷ്ടിക്കുക, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും. അപ്പോ ഇങ്ങനെ വന്നിട്ട് ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുക. ഇവിടുത്തെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്തവരാണ്. അത് സിനിമയിലൂടെ ആകാം, അത് മറ്റു തരങ്ങളിലൂടെ ആകാം, ഏതൊക്കെ തരത്തിലൂടെ ആകാം. അങ്ങനെ ക്രിസ്ത്യാനി കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, ഞങ്ങൾ ഈ സഭയ്ക്കകത്തുള്ള ആളുകളാണ്, അവിടെ നടക്കുന്നതൊന്നും കൊള്ളുവല്ല എന്ന് പറയാനായിട്ട് ചില കന്യാസ്ത്രീമാരും ചില അച്ഛന്മാരും അവർക്കൊക്കെ കുടുപിടിക്കാനായിട്ട് കുറെ ചേട്ടന്മാരും കൂടെ കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഓർത്തു നോക്കണം, ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ക്രിസ്ത്യൻസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം കൊള്ളുവരാത്തതാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത് ആശുപത്രി ആയിക്കോട്ടെ, അത് വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ, അത് ആതുരാലയം ആയിക്കോട്ടെ, അത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആദർശങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ ഇതാണ്. ഒറ്റപ്പെട്ട കേസുകൾ എടുത്ത് കാണിക്കൊണ്ട് സഭയെ മൊത്തത്തിൽ മോശമാക്കുന്ന, സമൂഹത്തെ ക്രൈസ്തവരെ പൊതുവിൽ മോശത്തിലാക്കുന്ന, സഭ വ്യത്യാസമൊന്നുമില്ല ഇതിന്റെ അകത്ത്, ഇന്ന സഭയൊന്നുമില്ല. അങ്ങനെ മോശമാക്കുന്ന ഒരു വലിയ പ്രവണത നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അതിനേക്കാളും അതിരൂക്ഷമായി വളരെ പച്ചയ്ക്ക് വർഗീയത പറയുകയും, ഇപ്പൊ ഗഫൂർ പറഞ്ഞത്, പേര് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല, ഇതൊരു അവസരമായിട്ട് കാണണം. പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിംഗ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു അവസരമായിട്ട് കാണണം. നിങ്ങളാണ് മുന്നോട്ട് വന്ന ഇസ്ലാമിക സമൂഹത്തിന് മൊത്തത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇസ്ലാമികവൽക്കരണത്തിന് തുറ കൊടുക്കേണ്ടവരെന്നാണ് നിങ്ങളാണെന്ന് അത് തെളിച്ചു പറയുകയുണ്ടായി. മുജാഹിദ് ബാലിശ്ശേരിയുടെ പ്രസംഗങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല. അതുപോലെ 100 കണക്കിന് പ്രസംഗങ്ങൾ ഇവിടെ ഇന്ന് യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ ആര് നോക്കിയാലും കിട്ടും. ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും വളരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള നടക്കുമ്പോൾ അതൊന്നും നമ്മൾ ആരും കാണാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഉടനെ അത് വർഗീയതയായി. ഒന്ന് ഓർത്തു നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന ആ ഒരു മതേതരത്വ സമീപനം കാരണമാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മുസ്ലിങ്ങൾക്ക് കടന്നു വരാൻ പറ്റിയത്. അവരെ അവർ സ്വാഗതം ചെയ്തത് ക്രൈസ്തവ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണുക എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതര മതസ്ഥരെ നമ്മൾ കണ്ടു. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അവിടെ പല സ്ഥലത്തും അത് വളരെ ഇടയായത്. അതേ സമയത്ത് ഈ ക്രൈസ്തവ കാഴ്ചപ്പാടുകൾ ഇല്ലായിരുന്ന രാഷ്ട്രങ്ങളിൽ അവിടുത്തെ ക്രിസ്ത്യാനികൾക്കും മറ്റു മതസ്ഥർക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ മതി. അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് എത്ര ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, ഇന്ന് അവരുടെ അവസ്ഥ എന്താണ്? എത്ര ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അവരുടെ അവസ്ഥ എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിൽ നോക്കുക, അവിടെ താലിബാൻ ഭരണം പിടിച്ചോടുകൂടി സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ തന്നെ ഔട്ടായി. അവരൊക്കെ ഒരു പ്രസക്തിയുമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താൽ അതൊക്കെ എന്തോ മതേതരത്വത്തിന് വിരുദ്ധമാണ്. അതേ സമയത്ത് എവിടെയെങ്കിലും ആരെങ്കിലും പറയുകയാണ് ഇതാ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അതില്ലെന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് സംബന്ധിച്ച് പറയപ്പെടാത്ത ഒരു കാര്യമുണ്ട്. എന്താണത്? ക്രൈസ്തവ സമൂഹമായിക്കോട്ടെ, ഹിന്ദു സമൂഹമായിക്കോട്ടെ, ഇസ്ലാം മതത്തിലെ ഒരാളെ വിവാഹം കഴിച്ചാൽ അവർ ഇസ്ലാം മത വിശ്വാസം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മതം മാറാതെ അവർക്ക് തുടരാൻ സാധ്യമല്ല. അവരുടെ മതം പറയുന്നത് അന്യമതസ്ഥരായ സ്ത്രീയോടുകൂടി ഒരു പുരുഷൻ താമസിച്ചാൽ ആ പുരുഷൻ വ്യഭിചാരം ചെയ്യുകയാണെന്നാണ്. അത് അവരുടെ കുടുംബങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധിത മതപരിവർത്തനം അവര് അങ്ങനെയുള്ള വിവാഹത്തിന്റെ ഭാഗമാണ്. ആ ഘട്ടത്തിൽ അവർ കോഴഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിലെ ചില സഹാക്കന്മാരുടെ കല്യാണമൊക്കെ ഉയർത്തിക്കാട്ടും. അവിടെ മതേതരത്വ കല്യാണമായിരിക്കുന്നു, മതേതരത്വം അവിടെ നീനാൾ വാഴുമെന്നൊക്കെ അവർ ഉറക്കെ പ്രഖ്യാപിക്കും. അതിനവർ ചാനലുകളെ കൂട്ടും.
അല്ലെങ്കിൽ ചില ക്രിസ്ത്യൻ പ്രസിദ്ധീകരണങ്ങളെ വരെ ഉപയോഗിച്ചുകൊണ്ട് അവർ എഡിറ്റോറിയലുകൾ എഴുതും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഡോക്ടർ ജോസ് കുട്ടി ഒഴികെ? തീർച്ചയായും അത് തന്നെയാണ്. നമ്മളോട് തിരിഞ്ഞു നിൽക്കുന്നവരെ ഒക്കെ കൂട്ടിക്കൊണ്ട് അതിനുള്ള ബുദ്ധിശക്തിയും അതിനുള്ള തന്ത്രവും അവർക്കുണ്ട്. അതേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ആ സമയത്ത് നമുക്കെതിരായിട്ട് നീങ്ങുകയാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു ക്രൈസ്തവ യുവാവ് ഒരു ഹൈന്ദവ യുവതിയോ മുസ്ലിം യുവതിയോ കല്യാണം കഴിച്ചാൽ അത്രയുള്ള മിശ്ര വിവാഹങ്ങളെ കുറിച്ച് എനിക്കറിയാം. അവർക്ക് ഇഷ്ടമുള്ള മതവിശ്വാസം തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. മറിച്ച് മറ്റേ കേസിൽ അത് സാധ്യമേ അല്ല. 1 or 2 കേസ് എടുത്ത് കാണിക്കാൻ ഉണ്ടാകുമെന്നതിലപ്പുറം പൊതുവായി അതല്ല. അവര് പിന്നെ ചരിത്രത്തിലില്ല, ചിത്രത്തിലില്ല. സ്വന്തം കുടുംബത്തോടും സ്വന്തം സഹോദരങ്ങളോടും പെറ്റു വളർത്തിയ അമ്മയോടും അപ്പനോടും ഒരുപോലെ ശത്രുത നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് അവര് ഈ തരത്തിലുള്ള മതാന്തര വിവാഹം, അത് മുസ്ലിങ്ങളുമായിട്ടാണെങ്കിൽ അത് നടക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതാണ് അതിന്റെ ഒരു ഭാഗമാണ്. ഇത് കാണാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഒന്നുകൂടെ ആഡ് ചെയ്തോട്ടെ. ശ്രീ ഒ അബ്ദുള്ളയുടെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിസ്തീയ പെൺകുട്ടിയെ മുസ്ലിം സഹോദരന് വിവാഹം കഴിക്കാം, മകനും വിവാഹം കഴിക്കാം, പക്ഷേ അവൾ മുസ്ലിം ആയിരിക്കണം എന്ന് നിർബന്ധമായിട്ട് അദ്ദേഹം പ്രബോധനം കൊടുത്തത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ചാനൽ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള യൂട്യൂബിൽ കിടപ്പുണ്ട്. ഒ അബ്ദുള്ളയാണ് കഴിഞ്ഞ ആഴ്ച മതേതരത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മലയാളത്തിലെ പ്രമുഖ ചാനലിൽ വന്നതും എന്നതും ശ്രദ്ധയോടെ നോക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ജോൺസൺ, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോൺസൺ പൂന്തുരുത്ത്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമില്ലേ? അതായത് ഇവിടെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സാമൂഹിക തിന്മകൾ എന്ന വാക്ക് തന്നെയായിരിക്കും ഇതിന് ചേരുക. ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലല്ലോ KCBCയും കത്തോലിക്ക സഭയും അഭിവന്യ മെത്രാന്മാരും ഒക്കെ ഇവിടെ സമൂഹത്തോട് സംസാരിക്കുന്നത്. പക്ഷെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇവരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിൽ നമ്മുടെ സഭാ സമൂഹത്തിന് അല്പം വൈകി എന്ന ഒരു തോന്നൽ, അതൊരു സംശയം, വളരെ സ്വാഭാവികമായ ഒരു സംശയമല്ലേ? അങ്ങനെ ഒരു വിലയിൽ തന്നെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? തീർച്ചയായും നമ്മൾ പലപ്പോഴും സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും പരസ്പര സഹകരണത്തിനും ഒക്കെ ഒരു സമൂഹമാണ്. ഇന്നും അങ്ങനെയാണ്, പണ്ടും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സമുദായ സൗഹാർദ്ദത്തിന്റെ കോട്ടം വരുത്തുന്ന, നമുക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് സമുദായ സൗഹൃദത്തിന്റെ വിഘാതമാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മൗനം പാലിക്കുന്ന ഒരു ശൈലിയായിരുന്നു കത്തോലിക്ക സഭ കാലാകാലങ്ങളായിട്ട് പുലർത്തി വന്നിട്ടുണ്ട്. അതിന് ചെറിയ മാറ്റം വന്നപ്പോഴാണ് നമ്മളെ ചാപ്പ് കുത്താനും നമ്മളെ വിമർശിക്കുവാനും നമ്മളെ ഒറ്റപ്പെടുത്തുവാനും ഒക്കെയുള്ള നീക്കങ്ങൾ ഉണ്ടായത്. പാലാപിതാവിന്റെ പ്രസംഗത്തിന്റെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കമല്ല, വളരെ ചെറിയ നിമിഷമായ തീവ്രവാദ വിഭാഗത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അത് വലിയ മുസ്ലിം സമുദായത്തിനെതിരെ മൊത്തമുള്ള ആക്രമണമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു എല്ലാ അവരുടെ ഏതാണ്ട് എല്ലാ സമുദായങ്ങളും. അതിലേറെ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ സംഭവം നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ സമസ്ത ഒരു പത്രസമ്മേളനം നടത്തിയായിരുന്നു ഇതിനെ വിമർശിക്കുവാൻ വേണ്ടി. ആ സമസ്തയുടെ പത്രസമ്മേളനത്തിൽ വെച്ച് സമസ്തയുടെ നേതാക്കള് വളരെ തുറന്ന് സമ്മതിച്ചു, മുസ്ലിം സമുദായത്തിലെ ചെറിയൊരു വിഭാഗം തീവ്രവാദപരമായും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അവർ തുറന്ന് സമ്മതിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പ് പറഞ്ഞത് അത് തന്നെയാണ്. ബിഷപ്പ് പറഞ്ഞപ്പോൾ അത് വലിയ പ്രശ്നമായി. ശ്രീ ജോൺസൺ, ചന്ദ്രികയുടെ എഡിറ്റോറിയൽ പേജിൽ പോലും അതിൽ ബിഷപ്പിനെ വിമർശിക്കുന്ന ഒരു ഭാഗമുണ്ട് എങ്കിൽ പോലും അവരുടെ ഇടയിൽ പോലും ചില കുറ്റസമ്മതങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. തീർച്ചയായും ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ചന്ദ്രിക എഴുതിയ എഡിറ്റോറിയൽ കണ്ടായിരുന്നല്ലോ. തീവ്രവാദ വളരെ വൈകിയാണെങ്കിലും അവർ ചില കാര്യങ്ങളൊക്കെ അതിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വെച്ച വിഷയങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ ഒരു പുനർവിചിന്തനം വരുന്നു, ഒരു റിവ്യൂ വരുന്നു, ഒരു റീതിങ്കിങ് വരുന്നു. ഇതിനെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ടത് ഒരു സമുദായത്തിന്റെ മൊത്തം ആവശ്യമാണ് എന്ന ബോധ്യം അവരുടെ ഇടയിൽ ഉണ്ടാകുന്നു. അതിന്റെ സൂചനയായി കൂടെ നമുക്ക് ഇതിനെ കണ്ടുകൂടെ? ചന്ദ്രികയിൽ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയതോടെയാണ് അവരും ഉണർന്ന് തങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങൾക്ക് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ചെറിയൊരു വിഭാഗം തങ്ങളോടൊപ്പം ഉണ്ടെന്നും അത് തങ്ങൾക്ക് തന്നെ വിനയായി മാറുമെന്നും അവർ തിരിച്ചറിഞ്ഞത് നമ്മളെ പോലെയുള്ളവർ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. നമ്മൾ ഇതിൽ കാര്യത്തില് ബോധവൽക്കരണം നടത്തുന്നതിൽ അല്പം വൈകിപ്പോയി എന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ബോധവൽക്കരണത്തിന്റെ ഈ പാതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ബിഷപ്പുമാര്, സംഘടനാ നേതാക്കളൊക്കെ പരസ്യമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ബോധവൽക്കരണത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഈ ചർച്ചകൾ സമൂഹത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടി തന്നെയാണ് പറയുന്നത്. അല്ലാതെ ക്ലാസ് മുറികളിലും വീടുകളിലും മാത്രം ചർച്ച ചെയ്യപ്പെട്ട പോലെ ഇത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളും നമ്മുടെ യുവാക്കൾ ഇത് സംബന്ധിച്ച് കൂടുതൽ ജാഗരൂകരായി മാറും എന്നുള്ളത് കൊണ്ടുമാണ്. രുജു കാഞ്ഞിക്കാരൻ പോയി പറഞ്ഞപ്പോഴത്തേക്ക് അവര് എറണാകുളം അതിരൂപതയിലെ കണക്കെടുത്തു, ഹിന്ദു കുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം
ക്രിസ്ത്യൻ യുവാക്കൾ കല്യാണം കഴിച്ചവരുടെ എണ്ണം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഹിന്ദു സമുദായത്തിൽ നിന്ന് വളരെ ഏറെയാണെന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കുവാനുള്ളത്, അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഏതെങ്കിലും ഹിന്ദു കുട്ടിയെ ക്രിസ്ത്യാനി കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് സിറിയയിലേക്ക് കടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുവാനുള്ളത്. ഏതെങ്കിലും മുസ്ലിം പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് സിറിയയിലേക്ക് കടത്തിയ ചരിത്രമുണ്ടോ എന്നാണ് ചോദിക്കുവാനുള്ളത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇവിടെ മിശ്രവാദം നടത്തുന്ന നമ്മൾ അതിനെ ന്യായീകരിക്കാൻ എവിടെയാണ് ശ്രമിച്ചത്? ജോൺസൺ പറഞ്ഞത് വീണ്ടും അതിനെ പറയും, ഞാൻ എവിടെയാണ് മുസ്ലിം തീവ്രവാദത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്? ഞാൻ വീണ്ടും പറയുന്നു, മുസ്ലിം തീവ്രവാദത്തെ ശക്തമായി എതിർക്കുക തന്നെ വേണം, ഒരു സംശയവും വേണ്ട. അതിന് നമ്മൾക്ക് കൃത്യമായ ഐഡിയ ഉണ്ട്, കൃത്യമായ ഒരു കേഡർ സിസ്റ്റം ഉണ്ട്. നമ്മൾ ആ തരത്തിൽ തന്നെ മൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലവ് ജിഹാദിനെ കുറിച്ചുള്ള സംസാരം ഉണ്ടാകുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ ഈ ഹൈന്ദവരെ കിട്ടിയ ക്രിസ്ത്യാനികളുടെ എണ്ണം പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ എറണാകുളത്തെ സിറ്റുവേഷൻ അല്ല മറ്റിടങ്ങളിൽ നിന്ന് ഞാൻ വീണ്ടും പ്രശ്നമല്ല എന്ന് തന്നെയല്ലേ പറഞ്ഞത്? എറണാകുളത്ത് വലിയൊരു പ്രശ്നമല്ല എന്ന് തന്നെയല്ലേ അങ്ങ് പറഞ്ഞത്? എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. പ്രശ്നമുള്ള മേഖലകളിൽ അതിന് കൃത്യമായ വിശ്വാസികളെ, നമ്മുടെ കുട്ടികളെ നമ്മളാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത്, അല്ലാതെ പൊതുസമൂഹത്തിൽ. ജോൺസൺ, എറണാകുളത്ത് പ്രശ്നമല്ല ജോൺസൺ. പിന്നെ ജോൺസൺ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? എറണാകുളത്ത് അതൊരു വലിയ പ്രശ്നമല്ലെന്ന് ഇദ്ദേഹമാണ് പറയുന്നത്. അവിടെ നിരവധി കണ്ണീരും കൈയുമായി നടക്കുന്ന നിരവധി മാതാപിതാക്കളുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും യഥാർത്ഥ പ്രശ്നം എന്താണെന്ന്. അതിപ്പോ ഏത് സമൂഹത്തിലേക്ക് സ്വന്തം മക്കൾ പോയാലും കണ്ണീരും കൈയും ഉണ്ടാവും, അതിലൊന്നും ഒരു സംശയവും വേണ്ട. അത് ഏത് സമൂഹത്തിലാണ് ഇല്ലാതിരിക്കുന്നത്? ഏത് സമൂഹത്തിലും സ്വന്തം മക്കൾ പോയാൽ നമ്മളുടെ മാതാപിതാക്കൾ വേദനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതൊക്കെ കൃത്യമായി തന്നെയാണ്. മറ്റു ചില കമ്മിറ്റ്മെന്റുകൾ വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വസ്തുതാപരമല്ല അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മൾ പി സ്കൂളൊക്കെ ഉള്ള എറണാകുളത്തെ കുറിച്ചാണ് ശ്രീ രിജു കനുകാരൻ ഇത് പറയുന്നതും അവിടെ നിന്ന് ആളുകൾ എങ്ങോട്ടേക്കാണ് പോയതെന്നും അത് നേതൃത്വം കൊടുത്തത് ആരാണെന്നും ഒക്കെ നമ്മുടെ മുമ്പിൽ ഡേറ്റ ഉണ്ടല്ലോ ശ്രീ രിജു. എപ്പോഴും നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് ഒരു എക്സാമ്പിൾ പോലും അങ്ങയുടെ മുമ്പിൽ ഇല്ലാതെ വരുന്നത് എങ്ങനെയാണ്? ഞാൻ എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് എന്താണ്? എറണാകുളം അതിരൂപതയുടെ കാര്യം മാത്രം ഞാൻ പറഞ്ഞു, മറ്റൊരു മേഖലകളെ കുറിച്ചല്ല. ശരിയല്ല, എറണാകുളം അതിരൂപത എറണാകുളത്ത് മാത്രമല്ല, കേരളത്തിന്റെ ശരി, അങ്ങനെയെങ്കിൽ കേരളത്തിലെ ബിഷപ്പുമാർക്ക്, കേരളത്തിലെ മേലധ്യക്ഷന്മാർക്ക് ആശങ്ക പറയുന്നതിൽ പ്രശ്നമില്ലല്ലോ. എറണാകുളത്ത് ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ ഇത് ആശങ്ക പറയുന്നതിൽ പ്രശ്നമില്ലല്ലോ. അങ്ങനെയെങ്കിൽ പക്ഷെ അതിനെ നമ്മൾ വിമർശിക്കുകയല്ലേ? പാലായിൽ പറഞ്ഞപ്പോൾ അങ്ങ് വിരുദ്ധമായ അഭിപ്രായമാണ് അവിടെ പറഞ്ഞത്. പാലായിൽ പറഞ്ഞ വിരുദ്ധമായ അഭിപ്രായം തന്നെ ഈ ആലപ്പുഴയിലെ SDPIയുടെ മീറ്റിംഗിനെ കുറിച്ച് പൊതുസമൂഹം ഏറ്റെടുത്തില്ല. അതേപോലെ തന്നെ അതിന് പൊതുസമൂഹം മുഴുവൻ തള്ളിക്കളഞ്ഞില്ല. രണ്ടും എങ്ങനെയാണ് സമീകരിക്കുന്നത്? വാങ്ങിച്ചു വെച്ചോളൂ, ഞങ്ങൾ തീർത്തു തരാമെന്ന് പറയുന്നതാണോ ജാഗ്രത വേണമെന്ന് പാലാ ബിഷപ്പ് പറയുന്നതിന് എങ്ങനെയാണ് നമുക്ക് സമീകരിക്കുന്നത്? പൊതുസമൂഹം എപ്പോഴായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളെ തള്ളിക്കളഞ്ഞ ചരിത്രമേ ഉള്ളൂ. അതായത് ഈ സംഘപരിവാറിന്റെ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളായാലും, SDPIയുടെ ആഹ്വാനമായാലും, മുജാഹിദിന്റെ ആഹ്വാനമായാലും, അത് ഏത് തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആഹ്വാനമായാലും പൊതുസമൂഹം അതിന്റെ പുച്ഛത്തോടെയും അവജ്ഞയോടെയും തള്ളിക്കളയുന്ന ഒരു കീഴ്വഴക്കമാണ് കേരള സമൂഹത്തിനുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും ചാനൽ ചർച്ചകൾ വരിക. ഞാൻ പറഞ്ഞത് എന്താണ്? നമ്മൾ അതിൽ നിന്ന് നമ്മളുടെ സമൂഹത്തിന്റെ നേതൃത്വ രംഗത്ത് നടക്കുന്ന ചില ചെയ്തികൾ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ പോലും തീവ്രവാദ സമൂഹത്തിന്റെ ഫണ്ട് പറ്റുന്നവരായി പലപ്പോഴും ചിത്രീകരിക്കുന്നു എന്നാണ് ഞാൻ പറയുക. നമ്മൾക്ക് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ സാധിക്കുക? ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് അല്ലെങ്കിൽ ആ തരത്തിൽ തീവ്രവാദ സമൂഹവുമായിട്ട് ബന്ധമോ സംസാരമോ ചർച്ചയോ കൂടിക്കാഴ്ചയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തരത്തിൽ പറയുന്ന അർത്ഥമില്ല. നമ്മൾ ആ തരത്തിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളെ പോലും പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ നേതൃത്വം തന്നെയാണ് ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് ബ്രാൻഡ് ചെയ്യപ്പെടാൻ അവസ്ഥ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ എന്തിനാണ് ഒരാളുടെ ബ്രാൻഡ് ചെയ്യപ്പെടാൻ നിൽക്കുന്നത്? നമ്മളുടെ ആശങ്കകൾ കൃത്യമായി നമ്മൾ പരിഹരിക്കണം. നമ്മളുടെ ആശങ്കകൾക്കെതിരെ കൃത്യമായി നമ്മുടെ സമൂഹത്തെ ഒരുക്കണം. നമ്മളുടെ വിശ്വാസികളെയും പെൺകുട്ടികളെയും ആ തരത്തിൽ നമ്മൾ കൃത്യമായി പഠിപ്പിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ അതല്ല, അതിനകത്ത് വളരെ സംഘടിതമായ ഒരു നീക്കം ഒരു സമുദായത്തിനെതിരെ ആളുകൾ ഉണ്ടാക്കിയാൽ അതിന്റെ ഇരകളാകുന്ന വത്തിക്കാനിൽ എത്തിച്ചേർന്ന ഭാരത സഭാ നേതൃനിരക്കൊപ്പം പ്രത്യേക പ്രാർത്ഥനകളും ഒരുക്ക ശുശ്രൂഷകളും ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥന വേളയിൽ നടത്തപ്പെട്ടിരുന്നു. ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, സീറോ മലങ്കര മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലീമിസ് മോറോൻ മോർ ബെസേലിയോസ് പിതാവ്,
അതായത് സീറോ മലബാർ സഭ ഇവിടെ തലവന്മാർ ആശങ്ക ജോർജ് ആലഞ്ചേരി എന്നിവർ ഉണ്ടാക്കിയതാരാണെന്ന് ഒന്നാമത് നമ്മൾ ചിന്തിക്കണം. ശുശ്രൂഷകൾക്ക് നേതൃത്വം നമ്മൾ നൽകി. ആശങ്ക ഉണ്ടെന്ന് നാമകരണ പറഞ്ഞാൽ ആര് പ്രഖ്യാപനത്തിന് ആശങ്ക മുന്നോടിയായി ഉണ്ടാക്കി? വത്തിക്കാനിൽ ഇവിടുത്തെ 10 നമ്മുടെ വിശുദ്ധരുടെയും ചിത്രങ്ങൾ പുരോഹിതന്മാരാണോ, നമ്മുടെ ബസിലിക്കയുടെ സിസ്റ്റേഴ്സ് ആണോ, മുൻഭാഗത്ത് നമ്മുടെ മെത്രാന്മാരാണോ? സ്ഥാപിച്ചിട്ടുണ്ട്. ഇല്ല. 5 ചിത്രങ്ങളിലായി ഇവിടെ 10 പ്രശ്നമാണോ ഒരു വിശുദ്ധർ പ്രശ്നം ഉൾപ്പെടുന്ന ഉണ്ട് രീതിയിലാണ് എന്ന് ചിത്രങ്ങൾ പറയുന്നതാണോ പ്രശ്നം? ക്രമീകരിച്ചിട്ടുള്ളത്. അതോ അതോ പ്രശ്നം ആഗോള ഉണ്ടാക്കുന്നതാണോ സഭയിലെ പ്രശ്നം? ഈ മെത്രാന്മാരുടെയും പ്രശ്നമാണ് വൈദികരുടെയും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വിശ്വാസികളുടെയും അതെ, അത് കൂട്ടായ്മയിൽ ചെയ്യാതെ, അത് 10,000ങ്ങളെ ചെയ്യാതെ സാക്ഷിയാക്കി നമ്മൾ സെന്റ് പലപ്പോഴും പീറ്റേഴ്സ് സ്ക്വയറിൽ ന്യായീകരണ ഭാരത തൊഴിലാളികളാകുന്നു. സഭയുടെ അത് ആദ്യ പാടില്ല. ആത്മായ രക്തസാക്ഷി പിതാവ് തന്റെ വാഴ്ത്തപ്പെട്ട ജനത്തോട് ദേവസഹായ വളരെ പിള്ള അടക്കം കൃത്യമായിട്ട് 10 അഡ്രസ് ചെയ്യും. പുണ്യാന്മാക്കളെ ജോർജ് ഫ്രാൻസിസ് പാപ്പ സാറിന്റെ വിശുദ്ധ മനസ്സിലേക്ക് ആ പദവിയിലേക്ക് പിതാവ് ഉയർത്തുന്ന പറഞ്ഞ ശുശ്രൂഷകൾ കാര്യങ്ങളും ഷെക്കേന മറ്റു പല ന്യൂസിൽ കാര്യങ്ങളും തത്സമയം സംപ്രേഷണം അദ്ദേഹത്തിന്റെ ചെയ്യും. മനസ്സിൽ മലയാള കിടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവർത്തനത്തോടുകൂടിയ ആശങ്കകൾ അദ്ദേഹം തത്സമയ സംപ്രേഷണം പങ്കുവച്ചു. ഉച്ചയ്ക്ക് അപ്പൊ ഈ 1 മണിക്ക് പി. ആരംഭിക്കും. സി. ജോർജ് തന്നെയാണ് പലപ്പോഴും SDPI മീറ്റിങ്ങുകളിലും തീർച്ചയായും മറ്റു അദ്ദേഹം കാര്യങ്ങളിലും സമ്മതിച്ചിട്ടുണ്ടല്ലോ. അത് അദ്ദേഹം തെറ്റാണ്. കഴിഞ്ഞ ദിവസം അവരൊക്കെ പറഞ്ഞ രാഷ്ട്രീയപരമായി അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. അപ്പോഴാണ് അത് പി. സി. മാത്രമല്ല, ജോർജിന് ഇത് മനസ്സിലായത്. മാത്രമല്ല അതിനകത്തുള്ളത്. റിജു, അതുകൊണ്ടാണ് ഇത് മുന്നോട്ട് അത് തീവ്ര അല്ല രാഷ്ട്രീയം റിജു, മനസ്സിലായത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അതെ അതിന് എക്സ്ക്ലൂസീവ് തന്നെയല്ല, ന്യൂസ് ഒന്നും ആകേണ്ട കാര്യമില്ല. Yes. അത് തന്നെയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മതരാഷ്ട്രീയത്തെക്കാളും രാഷ്ട്രീയ മതാത്മകത വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ക്രൈസ്തവ സമൂഹത്തിന്റെ ഐക്യവും സ്നേഹവും നമ്മുടെ സുവിശേഷീകരണത്തിൽ പ്രേക്ഷിത ദൗത്യത്തിൽ വെളിപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം കൂടെ ഇതുകൊണ്ട് നമുക്ക് വർദ്ധിക്കുകയാണ്. സ്നേഹത്തിന്റെ ആത്മാവിൽ ഐക്യത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടുന്നവരാണ് നമ്മള്. അല്ലാതെ നമ്മൾ ഭിന്നിച്ചു നിൽക്കേണ്ടുന്നവരോ പിതാക്കന്മാരോ അല്ലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ജീവിക്കേണ്ടവരോ അല്ല. നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലും കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് മുസ്ലിം സഹോദരങ്ങളോട് ഒരു പ്രശ്നവും ഇല്ല. Yes. അവർ അന്ന് എങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ എപ്പോഴും നമ്മുടെ സ്നേഹിതരാണ്, നമ്മൾ അവരുടെ സ്നേഹിതരാണ്. ഹൈന്ദവ സഹോദരങ്ങളോടും അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിനകത്ത് മൈന്യൂട്ടായിട്ടുള്ള എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൈന്യൂട്ട് അല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായിക്കോണം. മൈക്രോ മൈന്യൂട്ടായിട്ട് ഉണ്ടായിരുന്നതിനൊക്കെ ഇപ്പം വളരെ വ്യാപകമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇവിടെ എറണാകുളത്ത് ഒരു സംഘടന തന്നെ ഇടതുപക്ഷ നേതാവിന് സ്വീകരണം കൊടുത്തു. അതിന്റെ ചെയർമാൻ ആരാ? എവിടെ കിടക്കുന്നത് അദ്ദേഹം? എവിടെ കിടക്കുന്നത്? ജയിലിൽ കിടക്കുകയാണ്. അപ്പം അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് ജയിലിൽ പോയി കിടക്കുന്നത്? അപ്പൊ അങ്ങനെയുള്ള ഭീകര പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ രാഷ്ട്രീയ നിറമൊക്കെ കൊടുത്തുകൊണ്ട് വരുന്ന അങ്ങനെയുള്ളതിനോടൊക്കെ കൈ കോർക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ തല കൊണ്ടുവന്ന് കക്ഷത്തേക്ക് വെക്കുകയും കപ്പം കൊടുത്തുകൂടെ ജീവിക്കുകയും ചെയ്യേണ്ടുന്ന ഗതികേടുണ്ടാകുമെന്നുള്ളത് മാത്രമാണ് സഭ ഈ സമയത്ത് എല്ലാവരും വളരെ വളരെ ശ്രദ്ധേയമായ ആശയമാണ് പങ്കുവച്ചത്. തീർച്ചയായിട്ടും നാടിന്റെ മതസാഹോദര്യവും മതേതരത്വവും സമാധാന അന്തരീക്ഷവും കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതിനെതിരെ അതിനെ തുരങ്കം വെക്കുന്നവർക്കെതിരെ പ്രതികരിക്കുന്നവരെ ഏത് പേരിട്ട് വിളിച്ചാലും അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യവുമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്കും നന്ദി. ഷെക്കേന ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിക്കും.